ഞാനിവിടെ നിന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് ചോദ്യചിഹ്നങ്ങളാണ്. എല്ലാവരും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായാലോ, അല്ല സോറി, എക്സ്ക്ലമേഷൻ മാർക്ക് ഒന്ന് നിവർന്നിരുന്നാൽ വലിയ സന്തോഷമുണ്ടാവും. മറ്റൊന്നും കൊണ്ടല്ല, കുറച്ച് കഴിഞ്ഞ് ഉറങ്ങാൻ സൗകര്യമാണേ. ഓക്കെ, നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് നമ്മളെക്കാൾ മുതിർന്ന ആളുകളിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചതും ഇവിടെ വന്നപ്പോൾ ഭൂമാൻ സ്വാമിജി അത് ഉറപ്പിച്ചതുമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഏത് പരിപാടി തുടങ്ങുമ്പോഴും 3 തവണ ഓങ്കാരം ചൊല്ലുക എന്നുള്ളത്. നേരത്തെ പഠിച്ചിരുന്നു, പക്ഷെ ഇവിടെ സ്വാമിജി അത് എപ്പോഴും അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാറുള്ളത്. ആ സമയത്ത് നമ്മുടെ ജീവിതം ധന്യമാവണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു 4-5 ആൾക്കാരുടെ അനുഗ്രഹം ഉണ്ടാവണം. അതിലൊന്ന്, നമ്മളെ എപ്പോഴും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അച്ഛനമ്മമാർ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരുടെയും അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല എന്ന് നമുക്ക് ഊഹിക്കാം, പ്രായത്തിൻ്റെ ഇതുകൊണ്ട്. എന്നാലും അവരെ ഒന്ന് ഓർക്കുക. അച്ഛൻ, അമ്മ, പിന്നെ ഗുരു, പിന്നെ ഓർക്കേണ്ടത് നമ്മുടെ കുലദേവതയാണ്, പിന്നെ ഗ്രാമദേവത. അപ്പോൾ ഈ 5 പേരെയും ഓർത്തുകൊണ്ട് അവരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അങ്ങനെ തുടങ്ങുമ്പോഴേ ദിവസമാണെങ്കിലും ഏത് പ്രവൃത്തിയാണെങ്കിലും ശുഭമായിട്ട് വരും. ഇപ്പോൾ ഒരു 3 തവണ നമുക്ക് ഒരുമിച്ച് ഓങ്കാരം ചൊല്ലാം. അതിനുശേഷം കാര്യങ്ങളിലേക്ക് എടുക്കാം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ. ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരി ഓം. നമ്മുടെ ശ്രീമദ് ഭാഗവതം, അതിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവിടെ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ കവിന്മാരായിട്ടുള്ള ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വന്തമായിട്ട് തന്നെ അതിൻ്റെ മാഹാത്മ്യം വായിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്. പിന്നെ മറ്റ് വേദികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞതിൽ കൂടുതലും എന്തെങ്കിലും പറയാനുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ഓരോ വർഷവും അതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇവിടെ വരാറുണ്ട്, ഓരോ സപ്താഹവും ഓരോ സത്രവും. അപ്പോൾ ഇവിടെ മാഹാത്മ്യം എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ പത്മപുരാണത്തിൽ പറയുന്നതിനേക്കാളേറെ ഇവിടെ നമ്മുടെ ഭാഗവതം തുടങ്ങുന്നത്. കാരണം അടുത്ത ഭാഗം വരുന്നത് കുന്തി സ്തുതിയാണ്. അപ്പോൾ അതുവരെയുള്ള ഒരു കവറിങ് നോക്കുകയാണെങ്കിൽ, അതിനു മുൻപ് പത്മപുരാണത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം 2 കഥകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഭക്തി ജനിച്ചതും, പിന്നീട് പല ഭാഗത്ത് പോകുമ്പോഴും ഭക്തിക്കും മക്കൾക്കും വാർദ്ധക്യം വരുന്നു. പിന്നീട് ഭക്തിക്ക് തൻ്റെ യൗവനം കിട്ടുന്നു, പക്ഷെ മക്കളായിട്ടുള്ള ജ്ഞാന വൈരാഗ്യങ്ങൾക്ക് അത് കിട്ടാതെ വരുന്നു. അപ്പോഴാണ് നാരദ മഹർഷി അവിടെ വരുന്നു. നാരദ മഹർഷിയോട് പറയും, അങ്ങ് ഒരു നിമിഷം അവിടെ ഒന്ന് നിൽക്കണമേ എന്ന് പറയുന്നുണ്ട്. ക്ഷണം തിഷ്ഠ എന്ന് പറയുന്നത്, ഒരു നിമിഷം അവിടെ നിൽക്കും. എന്തുകൊണ്ട്? സാധുവിനാം ദർശനം പുണ്യം. സാധുക്കളുടെ ദർശനത്തെ, അങ്ങേപ്പോലുള്ള ആളുകളുടെ, മഹാത്മാക്കളുടെ ദർശനം തന്നെ സർവദാ അഗഹരം എന്നാണ് പറയുന്നത്. എപ്പോഴും പാപത്തെ നശിപ്പിക്കുന്നതാണ്. എന്താ എൻ്റെ താല്പര്യം? മഹാത്മാക്കളെ കാണുന്നതും അവരെ നമസ്കരിക്കുന്നതും നമ്മുടെ പാപത്തെ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന പാപങ്ങൾ കുറയും
എന്നൊരർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പാപം ചെയ്യാനുള്ള ടെൻഡൻസി, വാസനകൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ശീലം വന്നു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ ഒരു പരിവർത്തനം നടത്തും സൂക്ഷ്മരൂപത്തിൽ. അതുകൊണ്ട് അങ്ങ് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. ഭക്തി നാരദ മഹർഷി അവിടെ നിന്നു, കാര്യങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെയാണ്, എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്കും ഊർജ്ജസ്വലതയില്ല, ആരോഗ്യമില്ല, അമ്മയായിട്ടുള്ള എനിക്ക് ഉണ്ട് താനും. അപ്പൊ ഇവർ രണ്ടുപേരും ജ്ഞാനവൈരാഗ്യങ്ങൾ ഊർജ്ജസ്വലമാവുമ്പോൾ മാത്രമേ ഭക്തി പൂർണ്ണമാവൂ. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. വേദാന്തം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭക്തരാ സ്വാമി. അങ്ങനെയല്ല സ്വാമി, ഭക്തരാണേലും ആ ഭഗവാനെ, ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? സാത്തു അസ്മിൻ പരമപ്രേമരൂപ. നാരദ ഭക്തി സൂത്രം പറയുന്നത് ഇതാണ്, സാത്തു അസ്മിൻ പരമപ്രേമരൂപ. ഏതൊരു ദേവനെയാണോ നമുക്കിഷ്ടം, ആ ദേവനോടുള്ള പരമമായ ഇഷ്ടത്തിന്, പരമമായ പ്രേമത്തിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ അവനവന്റെ ദേവത ആരാണെന്ന് അറിയണമെങ്കിൽ, ശരിക്കും മനസ്സിലാകണമെങ്കിൽ, ഭക്തി ഗ്രന്ഥത്തിൽ തന്നെ പറയണോ ശാസ്ത്രത്തെ പരിരക്ഷിക്കണമെന്ന്. അല്ലെങ്കിൽ മാഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ അറിയില്ല എന്ന് നാരദ ഭക്തി സൂത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താവട്ടെ, അപ്പൊ ഈ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണർന്നാൽ മാത്രമേ ഭക്തിക്ക് സ്ഥിരമായ ഒരു സംവിധാനമുള്ളൂ. അതുകൊണ്ട് ഈ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉയരണം. അതിനെന്താ മാർഗം എന്ന് ചോദിച്ചു. അപ്പൊ പലതും പറഞ്ഞു. വേദങ്ങൾ ഉപദേശിച്ചു എന്നെല്ലാം പറഞ്ഞു. അവസാനം ഭാഗവതം കേൾപ്പിച്ചു. അപ്പൊ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടായി എന്നാ പറയണത്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താനാണ് ഏത്? ഭാഗവതം. ഇന്ന് നമ്മൾ സാധാരണഗതിയിൽ എന്താ മനസ്സിലാക്കിയിരിക്കണ? ഒരു സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ ആദ്യം ചോദിക്കും, എന്നാ രുക്മിണി സ്വയംവരം? എന്തേ? ഒന്ന് കല്യാണം കഴിക്കാനാ പ്ലീസ്. അത് കഴിഞ്ഞ് ഒരു 3-4 വർഷം കുട്ടികളില്ലാതിരിക്കുമ്പോൾ പിന്നെ ചോദിക്കും, എന്നാ സന്താനഗോപാലം? ആ കുട്ടിക്ക് മന്ദബുദ്ധിയായാൽ ഉടൻ തന്നെ ചോദിക്കും, എന്നാ വിദ്യാഗോപാലം? അത് കഴിഞ്ഞ് ജോലി കിട്ടിയില്ലെങ്കിൽ വേറൊരു സംഭവമുണ്ട്, എന്താ പേര് പറഞ്ഞു? രാജഗോപാലം. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ, പൊതുവിലെല്ലാവരും. അപ്പൊ അതല്ല, ജ്ഞാനവൈരാഗ്യങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്ന് ഇവിടെ നിർബന്ധമായിട്ട് പറയുന്നു. അപ്പൊ ഈ ഭക്തി വർദ്ധിക്കാൻ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാവണം. അതിനാണ് ഇവിടെ ഭാഗവതം ചൊല്ലിക്കൊടുത്തപ്പോഴാണ് അവർക്ക് ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടായെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കഥ വരുന്നത് ഞാൻ ഓടിച്ച് പറയുകയാണ്. ആത്മദേവൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു, ഗൃഹസ്ഥാശ്രമി. അതിനുമ്പ് ചുമ്മാ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുക. ഇവിടെ മിക്കവാറും എല്ലാവരും പ്രായം ചെന്ന ആൾക്കാരാ, പിന്നെ ചിലർ ചുമ്മാ കറപ്പിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, എന്നാലും പ്രായമൊക്കെ ഉണ്ട്. ഐ തിങ്ക് എല്ലാവരും കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടൊരു ചുമ്മാ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ടാ. ഈ കല്യാണത്തിന് മുമ്പായിരുന്നോ സമാധാനം, കല്യാണത്തിന് ശേഷമാ? എന്തൊന്നും മിണ്ടാത്തത്? താങ്ക് യു. കാരണം കല്യാണത്തിന് ശേഷം, കല്യാണത്തിന് മുമ്പ് എന്നുള്ളത് മനസ്സിലായി. ആരാ കാരണക്കാരൻ? അടുത്തിരിക്കുന്ന ആള് തന്നെയാ. ഇങ്ങനെ വന്നതിന് ശേഷമാണ്. അതിന്റെ കാര്യം എന്താ അറിയോ? ചുമ്മാ പറയാ, ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ആരാ ആദ്യം മാലയിടുക? ആണാ പെണ്ണാ? കഴിച്ചിട്ടില്ല അതുകൊണ്ടാ. പെണ്ണ്. താരതമ്യേന ഹൈറ്റ് കൂടുതൽ ആർക്കാ? ആണിന്. ഇവളിട്ടിട്ടൊരു വലിയ ഇങ്ങനെ ഇടും, ഒറ്റ വലിയ, പിന്നെ ജീവിതത്തിൽ അവൻ തലപൊക്കില്ല. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ തീരുമാനിച്ച് തലപൊക്കി നടക്കണമെന്ന്. അപ്പൊ ഈ വിവാഹത്തിന് ശേഷം സത്യത്തിൽ അതൊരു പരാജയമാണ് കേട്ടാ ഞങ്ങളീ പറഞ്ഞത്. പോട്ടെ, അതിലേക്ക് വരാം. അപ്പൊ ഇദ്ദേഹം വിവാഹിതനാണ്, എന്നിട്ട് സമാധാനമില്ല. എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ മക്കളില്ല. അവസാനം അദ്ദേഹത്തിന് മനം മടുത്ത് അദ്ദേഹം കാട്ടിലോട്ട് പോകുന്നു. ആ സമയത്ത് അവിടെ ഒരു ഋഷിയെ കാണും, ഒരു സന്യാസിയെ കാണും. ഈ സന്യാസിയെ കണ്ട സമയത്ത് അദ്ദേഹത്തിന് ഒരു തോന്നൽ തോന്നി, ഈ സന്യാസിയുടെ അനുഗ്രഹം കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സർവ്വത അഗഹരം എന്നാണല്ലോ പറഞ്ഞത്, സന്യാസിയുടെ കൃപ കൊണ്ട് അദ്ദേഹത്തിന് അനുഗ്രഹം കൊണ്ട് കിട്ടുമെന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞുവാവയെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വിചാരിച്ച് ആ സന്യാസിയോട് പറഞ്ഞു. സന്യാസി ആദ്യം പറയും, എനിക്ക് ഈ ജന്മത്ത് മക്കളിലുള്ള സാധ്യത ഇല്ല കേട്ടോ എന്ന് പറയും. അപ്പം അല്ല, എനിക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്ന് പറയും.
സമാധാനമാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടതെങ്കിൽ 4 അക്ഷരം ഉപേക്ഷിക്കണം. 3 അക്ഷരം എന്ന് പറയുന്നത് നമുക്കൊക്കെ മനസ്സിലാവും അല്ലേ? ഇടയ്ക്കിടയ്ക്ക് മക്കളോട് നോക്കി ചിലപ്പോൾ പറയാറില്ലേ 3 അക്ഷരം കുരുത്തേ. ഈ 4 അക്ഷരം വേണം. അതേതാ? 4 അക്ഷരം വേണ്ട. ഏതാ? പിടിവാശി. പിടിവാശി. ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ ഈ 4 അക്ഷരം ജീവിതത്തിൽ നിന്ന് മാറ്റണം. പിടിവാശി. താൻ വിചാരിച്ചത് തന്നെ നടക്കണമെന്ന നിർബന്ധ ബുദ്ധി. അപ്പൊ അദ്ദേഹം പറയും തനിക്കതിനുള്ള യോഗ്യത കാണുന്നില്ല, തനിക്കതിനുള്ളൊരു ഇത് കാണുന്നില്ല. പക്ഷെ അദ്ദേഹം നിർബന്ധ ബുദ്ധിയോടുകൂടി പറയും. ആ സമയത്ത് ഋഷി ഒരു പഴം കൊടുക്കും. ആ പഴം കൊടുത്തിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഭാര്യ ഗർഭിണിയാവട്ടോ എന്ന് പറയും. വളരെ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങോട്ട് വരും. ഈ പെണ്ണാകെ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ പോയതോടുകൂടി എന്താ വിചാരിച്ചേ? ഇനി ശല്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചേ. കാരണം എന്താ അറിയോ? അത് ഹിന്ദിക്കാർ പറയണതാ. ആരാ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ആരാ അറിയോ? ജിസ്നെ ഹസ്ന ബന്ദ് കർത്ത ഹെ ഉസി കാ നാം ഹെ ഹസ്ബൻഡ്. അതുകൊണ്ടാണ് ഈ കല്യാണം എടുക്കുമ്പോൾ ഇവരൊക്കെ പറയാറില്ലേ സ്മൈൽ പ്ലീസ്. കാരണം എന്താ? ഹിയർ ആഫ്റ്റർ ദർ ഇസ് നോ സ്മൈൽ. ചുമ്മാ ചോദിച്ചു നോക്കേ. അപ്പൊ ഈ ഹസ്ബൻഡ് ഇതാ വരുന്നു. ഹൈ, ഇങ്ങനെ പോയി എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വരുന്നേ? ഓക്കെ, ചോദിച്ചു എന്തേ പ്രശ്നം? വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് വരുന്നേ. അപ്പൊ എന്തേ പ്രശ്നം? കിട്ടിപ്പോയി. എന്തേ? ഇതേ ഈ പഴം കടിച്ചു കഴിഞ്ഞാൽ താൻ ഗർഭിണിയാവും എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ പെണ്ണിന് സന്തോഷമല്ല തോന്നിയത്, സങ്കടം തോന്നി. കാരണം ഗർഭമായി കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണ്. കുനിയാൻ പറ്റില്ല, തിന്നാൻ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല. എല്ലാറ്റിനും ഒരു സൗന്ദര്യം പോവുകയും ചെയ്യും. അപ്പൊ അവർ വിചാരിച്ചു ഓക്കെ. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവരുടെ അനിയത്തി വന്ന്. ഈ പെണ്ണിന്റെ പേര് ദുന്ദുലി എന്നും ബ്രാഹ്മണന്റെ പേര് ആത്മദേവനും. അനിയത്തി വന്ന് അനിയത്തിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അനിയത്തി പറഞ്ഞു പേടിക്കേണ്ട ചേച്ചി, പരിഹാരം ഞാൻ പറയാം. എനിക്ക് ഗർഭമുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിയെ തരാം. എൻ്റെ ഭർത്താവിന് കുറച്ച് കാശ് കൊടുത്താൽ മതി പറഞ്ഞു. ഓ കൂൾ. അങ്ങനെ അവര് റെഡിയായി. ആത്മദേവൻ സന്തോഷിച്ചു, തൻ്റെ ഭാര്യ ഗർഭിണിയാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പഴം എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പശുവിന് കൊടുത്തു. അങ്ങനെ ഓരോ മാസം കഴിയുന്തോറും ഈ സ്ത്രീ ദുന്ദുലി ഗർഭമില്ല, എന്നിട്ടും ഗർഭമുള്ളവളെ പോലെ കുറച്ച് തുണിയൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടി വയറൊക്കെ വലുതാക്കി. ദുന്ദുലിയുടെ അനിയത്തി പ്രസവിച്ചു. ഉടൻ തന്നെ ഇവളും പറഞ്ഞു ഞാനും പ്രസവിച്ചു എന്ന്. ആ അനിയത്തി ആ കുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവൾക്ക് കൊടുത്തു. ആത്മദേവന് വലിയ സന്തോഷമായി. എല്ലാവർക്കും ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ബ്രാഹ്മണനാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപനയനം ചെയ്യണം, പക്ഷെ ഇവനതിന് മനസ്സില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ പശുവും പ്രസവിച്ചു ഒരു ആൺകുട്ടിയെ. അതിൻ്റെ ചെവി പശുവിൻ്റേത് പോലുള്ളത് കൊണ്ട് ആ കുട്ടിക്ക് ഗോകർണൻ എന്ന് പേരിട്ടു. ദുന്ദുലിയുടെ പുത്രനായതുകൊണ്ട് ഈ കുട്ടിക്ക് ദുന്ദുകാരി. അപ്പൊ പെണ്ണുങ്ങൾക്ക് അന്നേ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഫെമിനിസ്റ്റുകളൊക്കെ പഠിക്കേണ്ടതാ ഭാഗവതം അല്ലേ? അർജുനെ എങ്ങനെ വിളിക്കുക? പാർത്ഥ, കൗന്ദേയ അല്ലേ? ദേവകി നന്ദന, ശരിയല്ലേ? കൗസല്യ സുപ്രജാരാമ ദശരഥ പുത്ര എന്നല്ലേ പറഞ്ഞത്? എനിവേ പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല കേട്ടോ. അപ്പൊ ഈ പെണ്ണിന് വലിയ സന്തോഷമായി. ഇവള് പറഞ്ഞു അവളും പ്രസവിച്ചു പറഞ്ഞു, ദുന്ദുലിയും പ്രസവിച്ചു പറഞ്ഞു. ആ കുട്ടിക്ക് ദുന്ദുകാരി എന്ന് പേരിട്ടു. എന്തെല്ലാം കർമ്മങ്ങൾ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ചെയ്യണമോ അവൻ അതൊന്നും ചെയ്യാതായി. അവസാനം അവന്റെ ശല്യം സഹിക്കവയ്യാതെ ഈ ആത്മദേവൻ തെമ്മാടിത്തരങ്ങള്, വെള്ളവടി, മാംസാഹാര ഭക്ഷണം, വ്യഭിചാരം, ഒന്നും പറയാനില്ല, എല്ലാ തെമ്മാടിത്തരങ്ങളും ഇവൻ്റെ ഉണ്ട്. ഈ മോന്റെ സ്വഭാവത്തിൻ്റെ ഈ വൈകൃതം കൊണ്ട് അദ്ദേഹത്തിന് വിരക്തി വന്ന് അദ്ദേഹം കാട്ടിലോട്ട് പോയി. ആ പോകുന്ന സമയത്ത് നമ്മുടെ ഗോകർണൻ, അവൻ നല്ല കുട്ടിയാട്ടോ, വേദങ്ങളൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ളവനാ. കാരണം 10 ഗുണം 10 ഗുണം. അത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാനിവിടെ കോലരിക്കടുത്ത് 2006 മറ്റെയാണ്, അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. ആ സ്കൂളിൽ ഞാൻ പോയതുകൊണ്ടല്ല കേട്ടോ അതില്ലാത്തത്, പ്ലീസ്. അവിടെ സ്കൂളുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടുത്തെ ലാസ്റ്റ് ആനുവൽ ഡേക്ക് എന്നെയാണ് വിളിച്ചത്. എന്നെയല്ല വിളിച്ചത്, ഇവിടെ വന്ന് പുരുഷോത്തം സ്വാമിജി വിളിച്ചു. അന്ന് ഞാൻ ഇവിടെ താമസിക്കുന്നത്.
അപ്പോൾ സ്വാമിജി പറഞ്ഞു, അവിടെ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരുത്തനുണ്ട്, അങ്ങനെ കൊണ്ടുവയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് നറുക്ക് വീണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു, കുറച്ചു നേരം സംസാരിച്ചു. വളരെ അവർക്ക് ഒരു ടീച്ചർക്ക് വലിയ ഇഷ്ടമായി. അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചു, സ്വാമിജി ഒന്ന് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. എൻ്റെ മോനെ ഒന്ന് ഉപദേശിക്കുകയും ചോദിച്ചു. അത് നമുക്കിട്ടുള്ള പാരയാ. ഈ ലോകത്ത് ഒരിക്കലും ആർക്കും ഇഷ്ടമില്ലാത്ത സാധനം എന്താ? അതാണ് ഇപ്പം എന്നോട് കൊടുക്കാൻ പറയണതേ. അപ്പൊ എനിക്കിട്ട് പാരയാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ഒന്നും അനുസരിക്കില്ല സ്വാമിജി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചറെ സത്യം പറയട്ടെ, ആ മത്ത കുഴിച്ചിട്ടാ കുമ്പളങ്ങി ഉണ്ടാവോ? മനസ്സിലായ? ഇത്രേ ഉള്ളൂ. പിള്ളേരില്ലാത്ത ഇവിടെ രക്ഷപ്പെട്ടു. ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തന്നെ വീട്ടിൽ പോയാ. അപ്പൊ ഞാൻ പറഞ്ഞത്, ദുന്തിലിയുടെ അനിയത്തിയുടെ സ്വഭാവമല്ലേ? ആ പയ്യൻ അങ്ങനെയൊക്കെ തന്നെ കാണിച്ച് അവസാനം അവന്റെ അല്ലെങ്കിൽ ഋഷി കൊടുത്ത പടത്തിൽ നിന്നല്ലേ ഈ പയ്യനുണ്ടായി, നമ്മുടെ ഗോകർണൻ. അതുകൊണ്ട് അവന്റെ സ്വഭാവം അത്രയ്ക്ക് നിർമ്മലമായി പോയി. ആ ഗോകർണന്റെ സ്വഭാവം എക്സ്ട്രീംലി ഗുഡാണ്, മറ്റേത് എക്സ്ട്രീംലി ബാഡാണ്. അപ്പൊ ഗോകർണൻ പറയുന്നൊരു വാക്കുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ. എന്താ അത്? സുഖമസ്തി വിരക്തസ്യ. ഈ ഒരു ചക്രവർത്തിയാണെങ്കിൽ പോലും അവൻ എന്തില്ല? മനസ്സമാധാനവും ഇല്ല. നമ്മുടെ സത്യത്തിൽ ജീവിക്കുന്നത് എന്തിനാ? സമാധാനത്തിന് വേണ്ടിയിട്ടാ. പക്ഷെ ഇപ്പൊ അതൊഴിച്ച് ബാക്കിയെല്ലാം നമുക്കുണ്ട് കേട്ടോ. കുറെ ഇംഗ്ലീഷുകാരും കൂടി ഉണ്ട്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്, എന്ത് മാത്രമില്ല? സമാധാനം മാത്രമില്ല. നിങ്ങൾക്കിപ്പോ ഒരു സമാധാനമൊക്കെ തോന്നല്ലേ? ഉണ്ടെന്നല്ലെന്നാ? ഉണ്ട്. നിങ്ങളുടെ വീട്ടുകാർക്ക് അതിലേറെയുണ്ട്. കാരണം നിങ്ങൾ അവിടെ ഇല്ലല്ലോ. ജീവിക്കുന്നത് എന്തിനാ? സമാധാനത്തിനാ. നമുക്ക് ഇല്ലാത്തത് എന്താ? സമാധാനം. ചുമ്മാ ചോദിക്കുക കേട്ടോ, ചുമ്മാ ചോദിക്കുക. കല്യാണത്തിന് മുമ്പാണ് സമാധാനം, കല്യാണത്തിന് ശേഷമാണോ? കല്യാണത്തിന് മുമ്പ്. അത് ചുമ്മാ പറഞ്ഞതാ. നമ്മളും ആ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ വന്ന്. ചെറുതായിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, അച്ഛനും അമ്മയ്ക്ക് എന്ത് സുഖം, സ്കൂളിലേക്ക് പോണ്ട. സ്കൂളിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, കോളേജിൽ പോകുന്ന ചേട്ടന്മാർക്കൊക്കെ എന്ത് സുഖം, അടിക്കില്ല, ഇടിക്കില്ല, ടീച്ചേഴ്സ് അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല. ഇപ്പോഴത്തെ അല്ലട്ട, പണ്ട്. അവസാനം കോളേജിലെത്തിയപ്പോൾ മനസ്സിലാവുന്ന, കറങ്ങി അടിക്കുന്നതിൽ എന്ത് വേണം? കാശ് കിട്ടണം. അപ്പോൾ ഒരു ജോലി കിട്ടണം. ജോലി കിട്ടിയപ്പോൾ മനസ്സിലായി, വാട്ട് എ ലൈഫ് വിത്തൗട്ട് എ വൈഫ്. എൻ്റെ അല്ലാട്ടാ, വാട്ട് എ ലൈഫ് വിത്തൗട്ട് എ വൈഫ്. കല്യാണം കഴിച്ചപ്പോൾ മനസ്സിലായി, കല്യാണത്തിന് മുമ്പാ സമാധാനം. അപ്പൊ എപ്പോഴാണ് സമാധാനം ഉള്ളത്? എപ്പോഴും ഇല്ല. ചുമ്മാ ജാടക്കടിക്കുക, സുഖമായിട്ടിരിക്കണമെന്ന്. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം എന്താ അറിയോ? പണ്ടൊക്കെ ഈ ചക്കിൽ എണ്ണയാട്ടുന്ന പരിപാടിയുണ്ട്. ഇത് ആട്ടുന്നത് എല്ലാവരുടെയും കൂടി ഒരു ചക്കിലിടുക. ആട്ടുന്നത് ഒരു ഇതിൻ്റെ ഉണ്ടാവും. അതിനകത്തൊരു കാളയുണ്ടാവും. കാളയുടെ ഒരു നഖമൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ കാള ഇങ്ങനെ കറങ്ങും. അതുപോലെ അപ്പൊ കാളയുടെ ഈ നഖത്തിന്റെ മുമ്പിൽ ഇതുപോലൊരു തണ്ട് കെട്ടിയിട്ട് അതിന്റെ മുമ്പിൽ കുറച്ച് പച്ചപ്പുല്ല് വെക്കും. അപ്പൊ ഈ കാള എന്ത് വിചാരിക്കും? ഈ പുല്ല് ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറങ്ങും. കിട്ടുമോ? കിട്ടുംട്ടാ. അവസാനം നമ്മളും അതെ, ജന്മം തൊട്ട് ഇതുവരെ സമാധാനം ആദ്യം വിചാരിച്ചു ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അങ്ങനെ ഓരോന്നിനും സമാധാനം ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ച് ജീവിച്ച് ഇത്രയും കാലം ജീവിച്ചു. സമാധാനം ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടി. സമാധാനം കിട്ടിയോ? കിട്ടും. നമ്മൾ പോയാൽ ആർക്ക്? വീട്ടുകാർക്ക്. ഞാൻ തമാശ പറഞ്ഞതാ. ഇതുവരെ ജീവിച്ചിട്ട് എന്തില്ല? സമാധാനമില്ല. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? വിരക്തസ്യ. സമാധാനം എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ. ഞാനൊന്നുകൂടി പറയണേ, സമാധാനം ആർക്കാ കിട്ടുക എന്ന് വെച്ചാൽ ലോകത്തിന്റെ മുമ്പിൽ ജയിക്കണം. എന്താ ലോകത്തിന്റെ മുമ്പിൽ ജയിക്കുക? സപ്പോസ് ഇത് ചുമ്മാ പറയണേ, ഇതൊരു ഗ്ലാസ് മദ്യമാണെന്ന് എടുക്കുക. ഈ മദ്യം ഇവിടെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് എന്നെ അലട്ടണമെങ്കിൽ ഞാൻ അതിന് അടിമയാവണം, അല്ലേ? ഞാൻ അതിനോട് ഒരു ബന്ധവുമില്ലാത്തയാളാണെങ്കിലോ, ഇതിന്റെ സാന്നിധ്യമോ അസാന്നിധ്യമോ എന്നെ അലട്ടുവോ? ഇല്ലല്ലോ. അപ്പൊ ആര് ജയിച്ചു? ഞാൻ ജയിച്ചു, ഇല്ലേ?
ഞാൻ ജയിക്കണമെങ്കിൽ എന്ത് വേണം? ഇതിനോട് എനിക്ക് താല്പര്യം വേണ്ട. പലരും പറയുന്നൊരു കംപ്ലൈന്റ് എന്താ അറിയോ? മക്കൾക്ക് താല്പര്യമില്ല സ്വാമി, മക്കൾക്ക് താല്പര്യമില്ല. നമ്മൾ പണ്ടേ പഠിച്ചു വെച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, മക്കളെ കണ്ടും മാമ്പു കണ്ടും സന്തോഷിക്കേണ്ടെന്ന്. പക്ഷെ നമ്മൾ വിചാരിച്ചു എൻ്റെ മക്കളൊഴിച്ച് ബാക്കി എല്ലാവരും മാമ്പുവാ. പെട്ടെന്ന് ഒരു ദിവസം മനസ്സിലാവുകയാണ് അവർക്ക് നമ്മളെ വേണ്ടെന്ന് പറഞ്ഞ് അവർ പോവുകയാണ്. അപ്പൊ നമുക്ക് ടെൻഷൻ അടിക്കുകയാണ്. ഞാൻ പറയുന്നത് അതിനു മുമ്പ് മക്കളുടെ സ്വഭാവം ഇതാണ്, അവർ കുറച്ചു കഴിഞ്ഞാൽ നമ്മളെ വിട്ടു പോവുമെന്ന് മനസ്സിലാക്കിയ ഒരു അച്ഛനും അമ്മയ്ക്കും ദുഃഖം ഉണ്ടാവില്ല, അവര് ജയിക്കും. മനസ്സിലാവണ്ട? ജീവിതത്തിൽ ജയിക്കണം കൂട്ടരെ. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നതും ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, അത് സമാധാനമാണ്. ആ സമാധാനം നേടിയെടുക്കുന്നതാണ് ജീവിതത്തിന്റെ വിജയം. ഓക്കെ, അതാ ഇവിടെ പറഞ്ഞു വിരക്തസ്യ, വിരക്തിയുള്ള ഒരാൾക്ക് മാത്രമേ ജീവിതം ഉണ്ടാവൂ. അതെല്ലാം പറഞ്ഞ് അയാളെ വിട്ടയക്കുന്നു. ഇനി എൻ്റെ ചോദ്യം, ഈ ആത്മദേവന് അത് കഴിഞ്ഞു, ഈ ആത്മദേവൻ പോയി ഈ ദുന്തുകാരി കുറെ പെണ്ണുങ്ങളെ കൊണ്ടുവന്നു. അവരെല്ലാവരും ഇവരുടെ പെണ്ണുങ്ങളുടെ എല്ലാം വേശ്യ സ്ത്രീകളുടെ എല്ലാം പെരുമാറ്റം കണ്ടപ്പോൾ അയാളുടെ അമ്മ ദുന്തിലി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. അവസാനം ഈ പെണ്ണുങ്ങളുടെ നിർബന്ധം കാരണം ഇയാള് രാജകൊട്ടാരത്തിൽ നിന്ന് കുറച്ച് മോഷണമൊക്കെ നടത്തി. പിന്നീട് ഈ പെണ്ണുങ്ങൾ ഈ മോഷ്ടിച്ച ദ്രവ്യം നഷ്ടപ്പെടാതിരിക്കാൻ അയാളെ തീയിലിട്ട് കൊന്നു. അയാളുടെ പ്രേതത്തിന് ശാന്തി കിട്ടിയില്ല. ആ പ്രേതത്തിന് ശാന്തി കൊടുത്തതും ഏതാ? ഈ ഭാഗവതമാണ്. അപ്പോൾ അവിടെ അപ്പൊ ഈ പ്രേതത്തിന് ഇനി ശാന്തി കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞ് ശ്രീമദ് ഭാഗവതം കേൾപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലൊരു ഒരു വേദിയൊക്കെ ഉണ്ടാക്കി ഈ പ്രേതത്തിനെ ഒരു മുളയിൽ കെട്ടി മുളയിൽ സ്ഥാപിച്ചു. ഓരോ ദിവസം കഴിയുന്നതും ഓരോരോ കെട്ടുകൾ പൊട്ടി. 7-ാം ദിവസം 7 കെട്ടും പൊട്ടി. ആ സമയത്ത് ഗോകർണൻ ചോദിക്കുന്നുണ്ട്, 7 പൊട്ടി. ആ സമയത്താണ് വിഷ്ണു പാർഷദന്മാര്, വിഷ്ണുവിന്റെ ദൂതന്മാർ അവിടെ വന്നു ഈ ദുന്തുകാരിയുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ. അപ്പൊ ഗോകർണൻ ചോദിക്കുന്നുണ്ട്, എല്ലാവരും ഭാഗവതം കേട്ടുവല്ലോ, എന്തുകൊണ്ടാണ് ഇയാൾക്ക് മാത്രം മോക്ഷം കൊടുത്ത് എന്ന്. അപ്പോൾ വിഷ്ണു പാർഷദന്മാർ പറഞ്ഞു, അതിനു മുമ്പ് ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഈ ടി വി വരണ സാധനം എന്തിനാ? ടി വി കാണാൻ. താങ്ക് യു. ലഡുവോ കഴിക്കാൻ? നമ്മളെപ്പോലുള്ളവർക്ക്, ഷുഗർകാർക്ക് കണ്ടു വെള്ളം ഇറക്കാൻ. പ്രഭാഷണം എന്തിനാ? കേൾക്കാൻ. അവിടെ പ്രശ്നമായിരിക്കേ. പ്രഭാഷണം കേൾക്കാനല്ല, പ്രഭാഷണം ജീവിക്കാനാണ്. നമ്മളെല്ലാവരും പഠിച്ചു വെച്ചിട്ടുള്ള എന്തറിയോ? എന്തെങ്കിലും മനസ്സിലായാലല്ലേ 4 ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പറഞ്ഞു കൊടുക്കൽ ആദ്യം ജീവിക്കപ്പ. ഇതാദ്യം നമ്മൾ നേരാവുക. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇനി നമ്മൾ എടുക്കുക, ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട 4 അക്ഷരമാണ് പീഡിവാശി എന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യം, ഈ ആത്മദേവന് മക്കൾ ഉണ്ടാവില്ല എന്ന് ആ ഋഷി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പിടിവാശിയോടുകൂടി മക്കൾ ഉണ്ടാവണമെന്ന് വിചാരിച്ചു. എന്നിട്ട് മക്കൾ ഉണ്ടായോ? ആത്മദേവന്റെ ഭാര്യ പ്രസവിച്ചോ? ഇല്ല. പിന്നെ എന്തിനായിരുന്നു ഈ പിടിവാശി? ഇതല്ലേ നമ്മളും ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നാം ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നടന്നില്ലെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി അവിടെ ഇരിക്കുന്ന ദേവന്മാരെ ഇരിക്കാൻ അനുവദിക്കാതെ കരഞ്ഞ് ഗംഗ യമുന സരസ്വതി കരഞ്ഞ് പിഴിഞ്ഞ് അവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പറയും, ഞങ്ങൾക്ക് കുറേയായിട്ട് ഭാഗവത സത്രത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട് കേട്ടാ. ആ ഈഗോ വലുതാക്കി എന്നുള്ളതല്ലാതെ എന്താണ് അതിൻ്റെ പ്രായോഗികത കണ്ടത്? ഓക്കെ, കുറ്റപ്പെടുത്തല്ല കേട്ടോ. അപ്പൊ ഈ ഭാഗവതത്തിന്റെ മാഹാത്മ്യം പറഞ്ഞു. ഇനി നമ്മുടെ ഭാഗവത ഗ്രന്ഥത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ 2 തരത്തിലാണ് ഈ ലോകത്ത് ആളുകളുള്ളത്. ഒന്ന്, ലോകത്തെ കാണുന്ന ആൾക്കാർ, ഈ ലോകവും ലോകത്തിൽ കാണുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും തേടുന്ന ആൾക്കാർ. അതാണ് 99.999% ആളുകളും. ലോകം കാണുന്നു, ആ ലോകത്തിലുള്ള പരിഹാരങ്ങൾ, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കാണുന്നു. അതാണ് നമ്മളെല്ലാവരും, ഒരു നല്ല മെജോറിറ്റി അതാണ്. രണ്ടാമതൊരു കൂട്ടരുണ്ട്, അവർ ഈ ലോകത്തെ കാണുമ്പോഴും
ലോകത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ച് ചിന്തിക്കും. ഇതെവിടെ നിന്ന് വന്നു? ഇതാരാ സൃഷ്ടിച്ച്? ഇപ്പോൾ നല്ലൊരു വാച്ച് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും ഇത് ഏത് കമ്പനിയുടെ എന്നാണെന്ന് ചോദിക്കും. പക്ഷെ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ലോകത്തെ കണ്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് വന്നില്ല ഇതിൻ്റെ സൃഷ്ടികർത്താവ് ആരാണ്. അങ്ങനെയുള്ള ഒരാളുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഹീറോസ്. അവരാണ് ഈ ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ള ആളുകൾ. അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവർ ഇന്നുമുണ്ട്. അന്ന് മാത്രമല്ല, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. അങ്ങനെ രണ്ട് തരം ആളുകളുണ്ട്. ഒന്ന് ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കാണുന്ന ഈ ആൾക്കാർ. അപ്പൊ ഈ രണ്ടു തരം ആളിലെ ആദ്യത്തെ ഭഗവാൻ തന്നെ പറയുന്നു, 4 തരം ഭക്തന്മാരെ കുറിച്ച് ഗീതയിൽ പറയുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജ്ഞാനി ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ ലോകത്തിന്റെ സത്യാവസ്ഥ അറിയുന്ന ആളുകളെയാണ് എന്ന്. ആ സത്യാവസ്ഥയെ കുറിക്കുന്ന മംഗളശ്ലോകമാണ് ആദ്യത്തെ ശ്ലോകം. ജന്മാദ്യസ്യ യതോന്യയാദി തുടങ്ങിയിട്ടുള്ളത് സത്യം പരം ധീമഹി. അപ്പൊ ഈ ലോകത്തിന് ഒരു കാര്യം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കാര്യത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ, ഇപ്പൊ ഈ വാച്ച് കേടുവന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യണമെങ്കിൽ, കേടുവരുന്നതാണല്ലോ പ്രശ്നം. അപ്പൊ ആ പ്രശ്നത്തിന് പരിഹാരം അറിയണമെങ്കിൽ വാച്ച് എന്താണെന്ന് അറിയണ്ടേ? എന്താ വേണ്ടത്? അറിയണം. ഉടൻ തന്നെ ഇപ്പോൾ നമ്മുടെ വണ്ടി ഏതെങ്കിലും കേടുവന്നു എടുക്കുക, ബൈക്കോ സ്കൂട്ടറോ കാറോ എന്തെങ്കിലും ഒന്ന് കേടുവന്നു എടുക്കുക, വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു, ഹലോ, എൻ്റെ വണ്ടി കേടുവന്നിട്ട് കിടക്കുക എന്ന് പറയും. അപ്പോൾ ഉടൻ തന്നെ ചോദിക്കും ഏതാ വണ്ടി എന്ന് ചോദിക്കും. അപ്പോൾ കാറാണെന്ന് പറഞ്ഞു എടുക്കുക, ചുമ്മാ കാറാണെന്ന് പറഞ്ഞു എടുക്കുക. ഉടൻ തന്നെ അയാൾ ചോദിക്കും ഏത് കാറാണെന്ന്. അപ്പോൾ നമ്മൾ ചുമ്മാ മാരുതി എന്ന് പറഞ്ഞു എടുക്കുക. വീണ്ടും അയാൾ ചോദിക്കും മാരുതിയിൽ ഏതാണെന്ന്. കാരണം ഓരോന്നിൻ്റെ വീൽ ബേസും മറ്റു കാര്യങ്ങളെല്ലാം ഡിഫറെൻറ്റ് ആണ്, എൻജിൻ എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം അതുപോലെ ഇവിടെ അപ്പം ലോകം എന്താണെന്ന് അറിയണം നമ്മൾ. ഈ ലോകത്ത് സമാധാനം വേണമെങ്കിൽ 3 കാര്യങ്ങൾ അറിയണം. ഒന്ന്, താൻ ആരാണെന്ന് അറിയണം. പിന്നെ ഈശ്വരൻ ആരാണെന്ന് അറിയണം. പിന്നെ ജഗത്ത് എന്താണെന്ന് അറിയണം. ഈ 3 കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ സമാധാനത്തോടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് അതിജീവിക്കാനാവൂ. ആ 3 കാര്യങ്ങളെ മനസ്സിലാക്കാൻ 2 മാർഗങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അന്വയം. ഒന്നുകിൽ ഈ ലോകത്ത് കാണുന്നതെല്ലാം ഈശ്വരനാണെന്ന് അറിയാം. അപ്പൊ ഇവിടെ മാഹാത്മ്യം വായിച്ചു കഴിഞ്ഞു. ആ മാഹാത്മ്യത്തിൽ നമ്മളെല്ലാവരും ചൊല്ലുന്നൊരു ശ്ലോകമുണ്ട്. ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്കറിയാൻ പറ്റും. ശ്രീമദ് ഭാഗവതാഖ്യം പ്രത്യക്ഷ കൃഷ്ണയവിഹി സ്വീകൃതോസി മയാനാഥ മുക്തിയർത്ഥം ഭവസാഗരം. ഈ ഭവസാഗരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകമല്ലേ? ആണെന്നല്ലെന്നാ? ആണ്. എനിക്ക് അപ്പോൾ വീണ്ടും ഒരു കൺഫ്യൂഷൻ വന്നു. അങ്ങനെയാണെങ്കിൽ സർവം വിഷ്ണുമയം ജഗത്ത് എന്ന് പറയുന്നത് എന്താ? ഈ ലോകം ഭവമാണോ വിഷ്ണുമയമാണോ? മനസ്സിലായില്ല. ഒരു വശത്ത് പറഞ്ഞു മുക്ത്യർത്ഥം ഭവസാഗരേ എന്ന്, മറുവശത്ത് പറഞ്ഞു സർവം വിഷ്ണുമയം ജഗത്ത്. ഇതിലേതാ സത്യം? ഇതിലേത് സത്യം എടുക്കണ്ട, നമുക്കേത് വേണമെന്നെടുക്കാം. ഈ ലോകം സാഗരമല്ല, ദുരിതമല്ല. കാരണം യാതൊന്ന് കാണുന്നത്. പിന്നെ എവിടെന്നാ എനിക്ക് മുക്തി കിട്ടണ്ടേ? ഈ നാരായണെന്നോ? യാതൊന്ന് കാണുന്നത് നാരായണ പ്രതിമല്ലേ? യാതൊന്നതൊക്കെ ഹരി. പിന്നെ എവിടെന്നാ മുക്തി കിട്ടേണ്ടത്? ഈ ലോകത്തുനിന്നല്ല. ഈ ലോകം എൻ്റെ ഭഗവാന്റെ തന്നെ വ്യാപ്തിയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, താൻ ആരാണെന്ന് അറിയണം. അതറിയണമെങ്കിൽ അതിന് ഉപാസന വേണം. അതിനാണ് ഇഷ്ടദേവത വേണമെന്ന് പറഞ്ഞ്. ആ ഇഷ്ടദേവതയുടെ ഉപാസന കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും താൻ ആരാണെന്ന്. ആ താൻ ആരാണെന്നുള്ള ബോധത്തിൽ നിന്ന് മാത്രമേ സർവം വിഷ്ണുമയം എന്നുള്ള അവസ്ഥയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയൂ. അതല്ലാണ്ട് നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും ശരി, ഞാൻ ഗ്യാരണ്ടി പറയാ, റിസൾട്ട് ഫെയിലിയർ ആയിരിക്കും. അപ്പൊ ഇവിടെ
രണ്ട് തരത്തിലാണ്. ഒന്നുകിൽ താനാണിതെല്ലാം എന്നെടുക്കുക, അതിനെ അന്വയ സാധന എന്ന് പറയും. അല്ലെങ്കിൽ ഇതൊന്നും ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നെടുക്കുക. ആ ജഗൻ മിഥ്യ എന്ന് പറയുമ്പോൾ താനും തൻ്റെ ചിന്തകളും തൻ്റെ പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്തെല്ലാം അനുഭവവേദ്യമായിട്ടുണ്ടോ അതെല്ലാം മിഥ്യയിലേക്ക് കിടക്കുക. അതിന് അപാരമായി, അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ലോകത്തിൻ്റെ സൃഷ്ടിയെ, ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലോകത്തിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന അപാര ബുദ്ധി വൈഭവമുള്ള ഒരാൾക്ക് മാത്രമേ താൻ ഈ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ കഴിയൂ. ആ ബുദ്ധി വൈഭവമുള്ള ഒരാൾക്ക് ഈ ഭാഗവതമോ മറ്റൊന്നും വേണ്ട, അവർക്ക് ആ ചിന്ത കൊണ്ട് തന്നെ അവരതിലേക്ക് മാറ്റും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് രമണ മഹർഷി. അദ്ദേഹം മറ്റൊരു സാധനയും ചെയ്തില്ല, ഒരു സാധനം മാത്രമേ ചെയ്തുള്ളൂ. ഓ അമ്മായി, ഞാൻ ആരാണ്? ആ ചിന്തയിൽ തന്നെയാണ് അദ്ദേഹം രമിച്ച്, ആ ചിന്തയിൽ തന്നെയാണ് അദ്ദേഹം സാക്ഷാത്കാരവും ലഭിച്ചത്. അദ്ദേഹത്തിനുള്ള സാക്ഷാത്കാരത്തിന്റെ മാർഗവും അത് തന്നെയായിരുന്നു. അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഈ ചിന്ത അത്ര സുഗ്രാഹ്യമല്ല, അങ്ങനെ ചിന്തിക്കാനുള്ള പ്രാപ്തി നമുക്കധികം ഇല്ല. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ആണ് ഈ ഭാഗവതം ഉള്ളത്. അപ്പോൾ ഈ ഭാഗവതം പഠിച്ചാൽ എന്ത് പറ്റും? അതിവിടെ പറയുന്നു, ആ സത്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ താപത്രയോന്മൂലനം, 3 താപങ്ങളും നമ്മളുടെ മനസ്സിൽ നിന്ന് പോകും എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഭാഗവതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ പിന്നീട് ഒരിക്കലും ടെൻഷൻ എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ ഇവിടെ പറയണം. നൈമിഷാരണ്യം അതെന്താണെന്നുള്ളത് ഇതിനു മുൻപ് വന്നിട്ടുള്ള ആളുകൾ ധാരാളമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ നൈമിഷാരണ്യത്തിൽ ഋഷികൾ യാഗം ചെയ്യുന്നു. ആ സമയത്താണ് സൂതൻ എന്ന പ്രവചനങ്ങൾ ചെയ്യുന്ന അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഒരു 4-5 ചോദ്യങ്ങളുണ്ട്. അതാണ് ശരിക്ക് നമ്മളെപ്പോഴും നമ്മളോട് ചോദിക്കേണ്ടത്, ജീവിതത്തിൽ ചോദിക്കേണ്ടത്. എന്താ ചോദ്യങ്ങൾ? പുംസാം ഏകാന്തത ശ്രേയ, ഏതാണ് മനുഷ്യന് ഏറ്റവും നല്ലത്? ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം അതിനായിരുന്നു. കല്യാണത്തിന് മുമ്പോ സമാധാനം, കല്യാണത്തിന് ശേഷമൊന്ന്. കല്യാണം കഴിയുന്നത് വരെ വിചാരിച്ചു കല്യാണം കഴിഞ്ഞാലാണ് മനുഷ്യന് ശ്രേയസ് എന്ന്. കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശ്രേയസ് അല്ല വന്നത്, പ്രേയസ. അവിടെ എന്തില്ല? ശ്രേയസില്ല. ഈ 60, 70, 80 വയസ്സ് വരെ ജീവിച്ചു. ആ ജീവിതത്തിൽ ഇത് ശ്രേയസ് എന്ന് ഓരോന്നിനെയും തൊട്ട് നമ്മൾ പറഞ്ഞു. കാലം കടന്നുപോയി, എന്നിട്ടും മനസ്സമാധാനം ഇല്ല. മനസ്സമാധാനം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? പീസ് ഓഫ് മൈൻഡ് എന്ന് പറയും. നമുക്കുള്ളത് എന്താ? പീസസ് ഓഫ് മൈൻഡ്. ദർ ഇസ് നോ പീസ് ഓഫ് മൈൻഡ്. വൈ? എന്തുകൊണ്ട്? അപ്പൊ എന്താണോ ശ്രേയസ്കരം അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്. പിന്നെ രണ്ടാമത് ചോദിക്കുന്നത് എന്താ? ഏന ആത്മാ സംപ്രസീതതി, ഒരു തൃപ്തി ഉണ്ടാവണം കൂട്ടർ ജീവിക്കുമ്പോൾ. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ സത്രത്തിനൊക്കെ വരുന്ന 2 അമ്മമാരുണ്ട്. മറ്റക്കര ആശ്രമത്തിലുള്ള 2 അമ്മമാരും ഒരു സ്വാമിജിയും. ഇല്ലാത്ത അസുഖങ്ങളില്ല, പക്ഷെ നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു തൃപ്തി. ആർക്ക്? നമുക്കല്ല, അവർക്ക്. ഇല്ലാത്ത അസുഖങ്ങൾ. അങ്ങനെ ഞാൻ ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. അവർ മാത്രമല്ല, ഒത്തിരി ആളുകളുണ്ട് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല, പക്ഷെ മുഖത്ത് നോക്കിയാൽ ഒരു പ്രസന്ന ഭാവമുണ്ട്. നമ്മുടെ മുഖത്ത് നോക്കിയാലോ കടന്നൽ കുത്തിയ പോലെയാ. എന്തേ? ഭക്തിയാ. ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ പോലും കഴിയില്ല നമുക്ക്. 24 മണിക്കൂറും ഇങ്ങനെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുക. ഭക്തിയല്ല കേട്ടത്. ഭക്തിയുടെ ലക്ഷണം തന്നെ ബ്രഹ്മബോധ പ്രസന്നാത്മ ന ശോചതി ന കാക്ഷതി. പ്രസന്നാത്മതയാണ്. അപ്പൊ പുംസാം, ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് കിട്ടിയാലാണോ തൃപ്തി ഉണ്ടാവുന്നത് അത് പറഞ്ഞതാ. ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടാ? നമ്മളെന്താ പറയാ? സ്വാമിമാരെ കണ്ടു കഴിഞ്ഞാൽ സ്വാമിജി നമസ്കാരം, ഓ എവിടെ നിന്ന് സ്വാമിജി വരുന്നത്? ഇന്ന ഭാഗത്തുനിന്ന്. അതല്ല, സ്വാമിയുടെ ശരിക്കുള്ള സ്ഥലം എവിടെയാ? നമ്മുടെ കുണ്ടാമണ്ടി ചോദ്യങ്ങളേ ഉള്ളൂ. അല്ലാതെ എന്തെന്നറിഞ്ഞാലാണോ എനിക്ക് സ്വാമിജിയെ പോലെ ആവാൻ പറ്റുക, അതല്ല നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾ യൂട്യൂബില് ചുമ്മാ മില്ലറേപ്പ എന്ന് അടിച്ചു കൊടുക്കുക. ഒരു ഗ്രേറ്റ് ടിബറ്റൻ സെയിന്റ് ആണ്. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങള്
അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് ശരീരത്തിലില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല, ശരീരം ജീർണിച്ചിരിക്കുന്ന വല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങയുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് തൃപ്തി ഉണ്ടാവുന്നു. എന്താണ് അതിൻ്റെ കാരണം? അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ധ്യാനത്തിലുള്ള എൻ്റെ നിഷ്ഠയാണ്. ഒരു സാധനാ പദ്ധതി ഉണ്ടാവണം. ആ സാധനാ പദ്ധതി ഉള്ള ഒരാൾക്ക് മാത്രമേ അന്തരാത്മാവിൽ തൃപ്തി ഉണ്ടാവൂ. മറ്റത് എന്നും കംപ്ലൈന്റ് ആയിരിക്കും. യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. ഏന ആത്മ സംപ്രസീദതി. പിന്നെ ഭൂതാനാം യസ്യ അവതാരഃ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. ഈ ഭൂതാനം, ഭൂതം എന്ന് പറഞ്ഞാൽ ആരാ? ഒരിക്കൽ ഞാനൊരു പ്രഭാഷണം നടത്തുകയായിരുന്നു. ഭഗവത്ഗീതയിലെ 12-ാമത്തെ അധ്യായമായിരുന്നു വിഷയം. അതിലെ ഒരു ശ്ലോകം വരുന്നുണ്ട്, അദ്വേഷ്ട സർവഭൂതാനാം എന്ന്. ഇവിടെ അടുത്ത് നമ്മുടെ ഈ ഭാഗത്ത് എവിടേക്കാണ് നടത്തിയത്? സർവഭൂതാനം, എല്ലാ ഭൂതങ്ങളോടും അദ്വേഷ്ട, വിരോധം ഇല്ലാതിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, ഭൂതം എന്ന് പറഞ്ഞാൽ ആരാന്ന്? ഒരു പയ്യൻ കൈപോയത്തിൽ പറഞ്ഞു, സ്വാമി ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പറയട്ടെ പൊന്നു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എൻ്റെ അമ്മയെ സ്വാമി ഭൂതെന്ന്. കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. കാരണം ഭൂതം എന്ന് പറഞ്ഞാൽ, ഭൂ എന്ന വാക്കിനർത്ഥം ജനിക്കുക. അപ്പൊ ഭൂതാനം എന്ന് വെച്ചാൽ ആരൊക്കെ ജനിച്ചുവോ അവരെയൊക്കെ എന്ത് പറയാം? ഭൂതെന്ന് പറയാം. ഇപ്പൊ നിങ്ങളിപ്പോ ആരെയെ കാണണേ? ധൈര്യമായിട്ട് പറഞ്ഞോ, ബോധത്തെ. താങ്ക് ഗോഡ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബോധത്തെ കണ്ടാൽ മതി. എനിക്ക് എത്ര ബോധത്തെ കാരണം? എന്നേക്കാൾ സൈസ് ഉള്ളത്. സോ അദ്വേഷ്ട ഇവിടെ ഏന ആത്മ ഭൂതാനാം, ക്ഷമിക്കണം കേട്ടോ, ഭൂതാനാം ജീവജാലങ്ങളുടെ ക്ഷേമായ, നന്മയ്ക്ക് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഭവായ, ഐശ്വര്യത്തിനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതാണ് ചോദിക്കേണ്ട ചോദ്യങ്ങൾ. പിന്നെയും ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് പറയാതിരിക്കുക. ആ സമയത്ത് സൂതൻ തൻ്റെ ഗുരുവായിട്ടുള്ള ശുകബ്രഹ്മ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട്, മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പറയുന്നു, വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനേത്യാശുവൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരേ ഒരു മറുപടിയേ ഉള്ളൂ, ഭഗവാൻ വാസുദേവനിൽ ഭക്തി ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലോ ജനേത്യാശുവൈരാഗ്യം, നമുക്ക് എന്തുണ്ടാവില്ല? പിന്നെ സാധന സാമഗ്രികളോടും ലോകത്തോടുമുള്ള ആഗ്രഹം കൂടുന്ന കുറയുന്ന? കൂടെ കുറയോ? കുറയും. ചുമ്മാ പറയണം കേട്ടോ. ഇപ്പൊ നമ്മളെല്ലാവരും സീരിയൽ കാണാറില്ലേ? ഞങ്ങൾ ആ ടൈപ്പല്ല സ്വാമി, ഞങ്ങൾ ഭക്തി ബ്രാൻഡാ, അപ്പൊ ഞങ്ങൾ ഭക്തി സീരിയൽ മാത്രമേ കാണൂ. ഒരാളോട് നമ്മൾ ചോദിക്കുക, എന്തിനാ ഇങ്ങനെ സീരിയലുകളിൽ കാണുന്നത്, അല്ലെങ്കിൽ എന്തിനാ ചുമ്മാ ഫോണൊക്കെ വിളിക്കുന്നത് ചോദിച്ചാൽ അവർ പറയും സമയം പോകണ്ടേന്ന്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സമയം അധികമായിട്ടുള്ളവർക്ക് അതെങ്ങനെ കളയണം എന്നുള്ളത് അറിയാത്തുള്ളൂ. റൈറ്റ്? എന്താ മിണ്ടാത്തത്? ആണെന്നല്ലെന്നാ? അപ്പൊ എക്സസ് ഓഫ് ടൈം, സമയം ഇഷ്ടം പോലെ പോക്കറ്റിലുണ്ട്. അപ്പൊ എന്താ ഭക്തി? എങ്ങനെ ഭക്തിയോഗ പ്രയോജിത, പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നാച്ചുറലായിട്ട് ഭക്തി വന്നിട്ടില്ല. പിന്നെ ആവർത്തനം കൊണ്ട് ഭക്തി വരുത്താം. അപ്പൊ എന്താ അതെങ്ങനെ വരുത്തുക? താൻ എന്തെല്ലാം ചെയ്യുന്നുവോ അങ്ങനെ, അത് മറ്റൊന്നും കൂടി പറയട്ടെ, അങ്ങനെ അല്ലാതെ സ്വധർമ്മം ചെയ്യുന്ന ഒരാള്, എന്നുവെച്ചാൽ വാസുദേവനിൽ ഭക്തിയില്ലാതെ സ്വധർമ്മം ചെയ്യുന്ന ഒരാള്, അയാളുടെ അവസ്ഥ എന്തായിരിക്കും? അയാൾ ചുമ്മാ ചെയ്യുന്നു എന്ന് മാത്രം, അയാൾക്ക് മനസ്സിന് തൃപ്തി ഉണ്ടാവില്ല. അപ്പൊ മനസ്സിന് തൃപ്തി ഉണ്ടാവുന്ന ഭക്തി എങ്ങനെ ഉണ്ടാവണം? അല്ലെങ്കിൽ മനസ്സിന് തൃപ്തി ഉണ്ടാവുന്ന ജ്ഞാനം എങ്ങനെ ഉണ്ടാവണം? ഇതാണ് നമ്മുടെ വിഷയം. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഓരോ വർഷം കഴിയും തോറും ക്ഷമിക്കണം കേട്ടോ, നമ്മൾ ജനനം മുതൽ മരണം വരെ ഒന്നിന്റെ പുറകെയാണ് യാത്ര. ഏതിന്റെ പുറകെയാണ്? സമാധാനം തേടിയുള്ള, അല്ലേ? ആണെന്നല്ലെന്നാ? ആണ്. സമാധാനം തേടിയാണ് ജനനം മുതൽ മരിക്കുന്നവരെ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ സത്യത്തിൽ സമാധാനം തേടിയുള്ള യാത്ര വർഷങ്ങൾ കഴിയും തോറും മനസമാധാനം കൂടുകയല്ലേ വേണ്ടേ? അങ്ങനെയല്ല വേണ്ടത്, അല്ലെന്നാണെന്നാ? ആണ്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളത് മുഖത്ത് നോക്കുമ്പോൾ മനസ്സിലാവണ്ട. വർഷങ്ങൾ കൂടുന്തോറും മനസമാധാനം കുറയുകയാണ് ചെയ്യുന്നത്. എന്ത്?
തണ്ടല് വേദന, ആ വേദന, ഈ വേദന, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കുക, ഇതെല്ലാം നമ്മൾ ചെറുപ്പത്തിൽ കണ്ടു തന്നെ വളർന്നേ. ഈ കാര്യങ്ങളെല്ലാം എനിക്കും വരുമെന്ന് എനിക്കറിയേണ്ടതാണ്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കാനുള്ള കാര്യവും ഞാൻ ചെറുപ്പത്തിൽ പഠിക്കേണ്ടതാണ്. യു അണ്ടർസ്റ്റാൻഡ്? അതെങ്ങനെയെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനെന്ത് വേണം? തസ്മാത് ഏകേന മനസ്സ, ഒരൊറ്റ മനസ്സോടുകൂടി. ആര്? ഭഗവാൻ സാത്വതാം പതി, ഭഗവാൻ നാരായണമൂർത്തിയെ ഒറ്റ മനസ്സോടുകൂടി ചിന്തിക്കുക. എന്താ നാരായണ മൂർത്തിയെ ഒറ്റ മനസ്സോടുകൂടി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എടുക്കേണ്ടത്? വളരെ ലളിതമായിട്ടുള്ള വാക്കുകളിൽ നമുക്ക് നോക്കാം. ഒരു പക്ഷേ എനിക്ക് അനുഭവമുള്ളതാണ്, എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയുണ്ട് നിലമ്പൂരിൽ. ഒരു പക്ഷേ അല്ല, പരിചയമുള്ളൊരു കുട്ടി, നിലമ്പൂരിലൊരു പെൺകുട്ടിയെ എനിക്കറിയാവുന്നതാണ്, വർഷങ്ങളായിട്ട് അറിയാവുന്ന. ആ പെൺകുട്ടി വീട്ടിൽ നോൺ കഴിക്കാറില്ല, ആ വീട്ടുകാരും നോൺ കഴിക്കാറില്ല. നമ്മളൊക്കെ പോകുന്ന വീടല്ലേ, നാച്ചുറലി അങ്ങനെ തന്നെയാണ്. ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച വീട്ടിലാണെങ്കിൽ നോൺ ഇല്ലാതെ ഇതിങ്ങട്ട് ഇറങ്ങൂല്ല. ഇതിന്റെ പേരിൽ ഇപ്പോ ധർമ്മക്ഷേത്രം, കുരുക്ഷേത്രം നടത്താൻ കഴിയില്ലല്ലോ. ഇപ്പൊ എന്തായി? ആ കുട്ടി ഇപ്പോഴും കഴിക്കില്ല, പക്ഷെ അവൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അവൾ പാകം ചെയ്യും. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ട അനിഷ്ടങ്ങൾക്ക് അവിടെ സ്ഥാനം ഉണ്ടാവുമോ? എന്താ മിണ്ടാത്തെ? ഉണ്ടാവില്ല. നമ്മൾ ഭഗവാനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും. എന്ത്? എനിക്കത് വേണം, ഇത് വേണമെന്നില്ല. എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളല്ലേ അല്ലേ? ഒരു തവണ നമുക്ക് ഭഗവാനോട് സ്നേഹം വന്നു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി പറയാം, പിന്നീടുള്ള പ്രാർത്ഥന എന്താണ്? ഭഗവാന് ഈ ഇഷ്ടം ദിവസവും വർദ്ധിപ്പിച്ചു തരണേ. എൻ്റെ കൃഷ്ണ, എനിക്ക് അങ്ങയോടുള്ള ഇഷ്ടം കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടും എൻ്റെ മനസ്സിനൊരു തൃപ്തിയുണ്ട്, മനസ്സിലൊരു ധൈര്യമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എനിക്ക് ഓരോ ദിവസം കഴിയും തോറും കൂടി വരികയാണ്. അങ്ങനെ വരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവനവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റണം. അപ്പൊ അവനവൻ ഇല്ലാതിരിക്കണം. അപ്പൊ എങ്ങനെയാണ് അവനവൻ ഇല്ലാതിരിക്കുക? അതിനാണ് വേദവിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് വേദവിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ? അത് ഭാഗവതത്തില് കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പറയേണ്ട വർണ്ണ ആശ്രമ ധർമ്മങ്ങളെ കുറിച്ച്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നേരത്തെ പറഞ്ഞതുപോലെയാണ്, പ്രഭാഷണം എന്തിനുള്ളതാ? കേൾക്കാനുള്ളതാണെന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ കൂടെ കേട്ട്, സോറി നിങ്ങളതല്ല, നിങ്ങൾ കുറച്ചുകൂടെ ഉയർന്ന ആൾക്കാരാ, ഇതിൽ കൂടെ കേൾക്കണേ ഇല്ല, കേട്ടിട്ട് വേണ്ട വിട്ടാക്കാൻ. കേട്ടാലല്ലേ വിട്ടാക്കേണ്ട പ്രശ്നമുള്ളൂ. വെരി സോറി, നോ എൻട്രി പ്ലീസ്. അപ്പൊ എന്താ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ പറയുന്ന ഓരോ കാര്യങ്ങളും തസ്മാത് ഏകേന മനസ്സ, ഒറ്റ മനസ്സോടുകൂടി. ഭഗവാൻ സാത്വതാം പതി, നന്മയുടെ ഉറവിടമായിട്ടുള്ള എൻ്റെ ഭഗവാനെ ശ്രോതവ്യ, കേൾക്കുക. ആ കേൾക്കുന്ന സമയത്ത് എന്തായിരിക്കും എൻ്റെ മനസ്സിൽ? ഇവിടെ ഓരോരുത്തർ പറയുമ്പോഴും എത്ര ബോറായിട്ട് പറഞ്ഞാലും എത്ര നന്നായിട്ട് പറഞ്ഞാലും നമ്മുടെ മനസ്സ്, ഞാനൊരു ഉദാഹരണം പറയാം, നമ്മുടെ മനസ്സ് തൃപ്തമാവും. അതിനെ ഉദാഹരിക്കാൻ ഞാനൊരു കാര്യം ഞാൻ ഇവിടെ പറയാം. ഇപ്പൊ നിങ്ങൾ ഇതൊരു ആനുവൽ ഡേ സ്റ്റേജാണെന്ന് എടുക്കുക, ആനുവൽ ഡേയുടെ സ്റ്റേജാണെന്ന് എടുക്കുക. അപ്പൊ ഇവിടെ നിങ്ങളുടെ കൊച്ചുമോള് അനന്യ, ആ അനന്യയെക്കുറിച്ച് ഇവിടെ ടീച്ചർ പറയുന്നത് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അനന്യ, ഇതിലെ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അനന്യ, ഇങ്ങനെ അനന്യയെക്കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഫീലിംഗ് എന്തായിരിക്കും? ഉള്ളിലൊരു തൃപ്തി ഉണ്ടാവുമോ ഇല്ലയോ? തൃപ്തി ഉണ്ടാവും. അതോ ഏതോ ആളിനെ കുറിച്ചായിരിക്കുമോ? എങ്ങനെയാ? തൃപ്തി എവിടെയാ? ഉള്ളിലുണ്ടാവും. ഇവിടെ ഇനി ഉള്ള ദിവസങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകൾ വർണ്ണിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എവിടെ പോകും? എവിടെ? വൈകുണ്ഠത്തിൽ പോകുമോ? അമ്പാടിയിൽ പോകും അല്ലേ? അപ്പൊ എന്താ ആക്കിയിട്ടുണ്ട്? വൈകുണ്ഠത്തിലും അമ്പാടിയിലാണ് പോകുന്നതെങ്കിൽ ഭഗവാൻ നമ്മുടെ അല്ല എന്ന് നമ്മൾ ഓർപ്പിച്ചിട്ടുണ്ട്. ഈശ്വരൻ എവിടെയാ? ഈശ്വര സർവഭൂതാനാം. അപ്പൊ ഇതിനകത്തുള്ള ഈശ്വരനെയാണ് സ്നേഹിക്കേണ്ടത്. അപ്പൊ എൻ്റെ
കണ്ണന്റെ ലീലകൾ വർണ്ണിക്കും തോറും എൻ്റെ ഹൃദയം നിറയണം. മനസ്സ് വൈകുണ്ഠത്തിലേക്കല്ല പോവേണ്ടത്, വൈകുണ്ഠമാവണം എൻ്റെ മനസ്സ്. ഇവിടെ മാതാജി ഇനി ആ കൃഷ്ണാവതാര സമയത്ത് ഇതെല്ലാം വർണ്ണിക്കുമ്പോൾ, ആ കൊച്ചു കുട്ടികളേക്ക് അറിയിക്കുമ്പോൾ നമ്മൾ ഉടൻ തന്നെ പറയുന്ന നാച്ചുറൽ കമന്റ് ഉണ്ട്, ശരിക്കും ഒരു വൃന്ദാവനം തന്നെ. അത് കാഴ്ചയ്ക്ക്, ഉള്ളിൽ വൃന്ദാവനം ആവണം. ഉള്ളിൽ വൃന്ദാവനമായി കഴിഞ്ഞാൽ ആ ദിവസം മറ്റൊന്നും പറയാൻ തോന്നില്ല. ഹൃദയം അങ്ങ് നിറയും. ആ നിറയണമെങ്കിൽ ഭഗവാനെ കുറിച്ച് കേൾക്കണം. എവിടെയോ കിടക്കുന്ന ഭഗവാനായിട്ടില്ല, എൻ്റെ ഉള്ളിലുള്ള ഭഗവാനായിട്ട് കേൾക്കണം. എൻ്റെ ഭഗവാൻ. പണ്ട് കുട്ടികൾക്കൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ഇവിടെയല്ല, ബോംബെയിൽ വെച്ച്, ലോണാവാല എന്ന് പറയുന്ന സ്ഥലത്ത്. 9 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്താവട്ടെ, അതിനകത്ത് കുറേ പിള്ളേരുണ്ടായിരുന്നു. 7 ദിവസത്തെ ക്യാമ്പ്. അപ്പോൾ ക്യാമ്പിന് വേണ്ടി ഒരു സോങ് ഉണ്ടായിരുന്നു. ക്യാമ്പെല്ലാം ഇംഗ്ലീഷിലാണ്, അപ്പോൾ സോങ്ങും ഇംഗ്ലീഷിലാണ്. ആ സോങ് എന്നെ വളരെ സ്വാധീനിച്ചൊരു സോങ്ങാണ്. ഇതാണ് ആ സോങ്. എനിക്ക് പാടാനറിയില്ല, പറയാം. I am thine, thou art mine, Lord of all, Sri Krishna. ഞാൻ അങ്ങയുടേതാണ്, അങ്ങ് എൻ്റേതുമാണ്. അപ്പൊ എൻ്റേതായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാനെ കുറിച്ച് കേൾക്കുക. അമ്പാടിയിലെ കൃഷ്ണനെ ഞങ്ങൾക്ക് വേണ്ട, കാരണം അദ്ദേഹം വന്നു പോയി. ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള ഗുരുവായൂരിലെ കൃഷ്ണനെയും വേണ്ട, കാരണം ആ കൃഷ്ണനെ എനിക്ക് തൊടാൻ പറ്റില്ല. പിന്നെ എനിക്ക് തൊടാൻ പറ്റുന്ന കൃഷ്ണൻ ആരേ ഉള്ളൂ? എൻ്റെ വീട്ടിൽ ഞാൻ പൂജിക്കുന്നൊരു കൃഷ്ണനുണ്ടല്ലോ, ഇല്ലേ? ആ കൃഷ്ണനെ സ്നേഹിക്കുക. അപ്പൊ ഇവിടുത്തെ ഓരോ കഥകൾ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ അവനവൻ ആരാധിക്കുന്ന കൃഷ്ണനിലേക്ക് പോവുക. ശ്രോതവ്യ. പിന്നെന്ത് ചെയ്യണം? കീർത്തിതവ്യശ്ച. ഭഗവാന്റെ മഹിമകളെ കുറിച്ച് വർണ്ണിക്കുക. ആ ഭഗവാന്റെ മഹിമകളിൽ നല്ലത് മാത്രമല്ല, ചീത്തയുണ്ട് കേട്ടോ. ഈ രുദ്രൻ ചൊല്ലുന്നവർക്ക് അറിയാം, സ്തേനാനാം പദയേ നമഃ. കള്ളന്മാരുടെ രാജാവെ അങ്ങേക്ക് നമസ്കാരം. ആരെയാ ചൊല്ലുന്നത്? ഭഗവാന് പറയാ. അപ്പൊ നന്മകളും തിന്മകളുമുണ്ട്. അപ്പൊ ഈ ലോകത്ത് എന്തെല്ലാം കണ്ടിട്ടുണ്ടോ, എന്തെല്ലാം കേൾക്കുന്നുവല്ലോ ഉണ്ടോ, അതെല്ലാം എൻ്റെ ഭഗവാന്റെ തന്നെ ലീലകളാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത് ലീലകളാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഈ ലോകം എന്താണെന്ന് അറിയണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ അറിയാത്തിടത്തോളം കാലം, ലോകം എന്താണ്, ഈശ്വരൻ എന്താണ്, താൻ എന്താണെന്ന് അറിയാത്തിടത്തോളം കാലം നമുക്ക് പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെ ഏകീന മനസ്സ, ഒറ്റ മനസ്സോടുകൂടി ഭഗവാനെ ശ്രോതവ്യ കേൾക്കണം, കീർത്തിതവ്യശ്ച ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കണം, പിന്നെ ധ്യേയ ധ്യാനിക്കണം, പിന്നെയോ പൂജ്യ പൂജ്യശ്ച പൂജിക്കണം. എൻ്റെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ ഈ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും ഒരു കൊച്ചു വിഗ്രഹം ഉണ്ടാവണം, മെറ്റൽ വിഗ്രഹം. ഇതുപോരാ, മെറ്റൽ വിഗ്രഹം ഉണ്ടാവണം, കൊച്ച്. എന്നിട്ട് രാവിലെ എണീറ്റ് ആ കണ്ണിനെ കുളിപ്പിക്കുക. എന്തേ ചെയ്യുന്നുണ്ടെന്ന് പറയണ്ട, ചെയ്യുക. കുളിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ആ കണ്ണിന് നമ്മൾ നമ്മളൊരു ഇന്റിമസി, എത്ര കണ്ടുള്ള ഇന്റിമസി, ജീവിതത്തിൽ മറ്റെന്ത് തന്നാലും ശരി ഈ കൃഷ്ണനെ തരില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ഉയരും. നമ്മുടെ മനസ്സത്രയ്ക്ക് മാത്രം അതിനോടൊരു താതാത്മ്യം പ്രാപിക്കും. അപ്പൊ അത് വിഗ്രഹമല്ലേ സ്വാമി? ആ വിഗ്രഹത്തിനോട് ആദ്യം താതാത്മ്യം പ്രാപിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഈശ്വരൻ തനിയെ തെളിയും. ഇവിടെയുള്ള ഈശ്വരൻ തെളിഞ്ഞു കഴിഞ്ഞാലേ യാതൊന്ന് കാണുന്നത് നാരായണ പ്രതിമയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് പൂജിക്കണം. അങ്ങനെയുള്ള ഒരാളുടെ അവസ്ഥ എന്ത് പറ്റുന്നു? ഭിദ്യതേ ഹൃദയഗ്രന്ഥി. അയാളുടെ ഹൃദയഗ്രന്ഥികളെല്ലാം പോകും. അതിനെ മലയാളത്തിൽ പറഞ്ഞു, കെട്ടുകളായത് കർമ്മം പുരുഷന്, കെട്ടുകളറ്റേ മുക്തിപരൂദ്രൻ, കെട്ടുകളോ പോലെ ഭക്തിയാത്തീരും കെട്ടായിനിയും. അല്ലേ? എന്നാലും മക്കളെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് നമ്മളെന്താ പറയും? കെട്ടടാ. ഇപ്പൊ ചൊല്ലിയത് എന്താ? കെട്ടായിനിയും നാരായണ ജയ. സമ്മതിച്ചു. അപ്പൊ ആ ഭഗവാന്റെ ലീലയാണ് കേൾക്കേണ്ടത്. അപ്പൊ പറഞ്ഞു, ആ ഭഗവാനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, ഈ ഒരു ചോദ്യം വളരെ സന്തോഷമായി.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എങ്ങനെ വേണം? അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും എങ്ങനെ വേണമെന്ന് ഇവിടെ പറയണം. വാസുദേവ പരാവേദാഹ, വാസുദേവനെ കുറിച്ചാണ് വേദങ്ങളെല്ലാം. വാസുദേവ പരമഖാഹ, വേദങ്ങൾ, യാഗങ്ങൾ എല്ലാം തന്നെ ആ വാസുദേവന്റെ മഹിമയെ വർണ്ണിക്കുന്നതാണ്. ഇനി ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ വാസുദേവ ഭക്തനല്ല ശിവഭക്തനാണെങ്കിലോ ഇവിടെ ശിവ എന്നുള്ളത് ചേർക്കുക, അത്രയേ ഉള്ളൂ. വാസുദേവനാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഭാഗത്ത് താമസിക്കുമ്പോൾ അവിടെ വർഷങ്ങളായിട്ട് സപ്താഹം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേദിയാണ്. ഞാനന്ന് ബ്രഹ്മചാരിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം എന്നോടൊരു അമ്മ, പ്രായം ചെന്നൊരു അമ്മ ചോദിച്ചു. അപ്പം ഞാൻ ബേസിക്കലി ഒരു ശങ്കര ഭഗവാനോട് ചെറിയ താല്പര്യമുള്ള ആളാണ്. അപ്പം ഞാനിങ്ങനെ ശങ്കര ഭഗവാനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ആ അമ്മ എന്നോട് പറയണ്ടായി, എന്തൊക്കെയാണേലും ശിവഭഗവാൻ തമോഗുണമൂർത്തിയല്ലേ സ്വാമി എന്ന്. അന്ന് എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല, കാരണം ഞാൻ ശാസ്ത്രം വന്ന് പഠിച്ചിട്ടില്ല. പിന്നെ മനസ്സിലായി അമ്മ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ശാസ്ത്രത്തിന് യോജിക്കാത്തതാണ്. കാരണം ശാസ്ത്രം ഇവിടെ കൃത്യമായി പറയണു, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ആ ഒന്ന് തന്നെയാണ് സത്വമായിട്ടും രജസായിട്ടും തമസായിട്ടും വരുന്നത്. ഇവിടെ ശ്രീമദ് ഭാഗവതമായതുകൊണ്ട് നാരായണമൂർത്തിയെ കുറിച്ച് പറഞ്ഞു. ഇത് ശിവപുരാണമാണെങ്കിൽ ഇത് ആരുടെ കേമത്തരമായിരിക്കും? ശങ്കര ഭഗവാന്റെ കേമത്തരമായിരിക്കും. ദേവി മഹാത്മ്യമാണെങ്കിൽ ദേവിയുടെ മഹാത്മ്യത്തെ വർണ്ണിക്കും. അപ്പൊ ഏത് ദേവതയാണോ നമുക്കിഷ്ടം ആ ദേവതയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക. ആ ദേവത തന്നെയാണ് നമ്മുടെ വഴികാട്ടി എന്ന് മനസ്സിലാക്കുക. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഒരു ഭാഗത്ത് ഒരു സപ്താഹത്തിന് പോയപ്പോൾ കൊയിലാണ്ടിക്കടുത്ത് ചെങ്കോട്ടുകാവ് എന്ന് പറയുന്നൊരു സ്ഥലത്തിന് അടുത്തുള്ളൊരു സ്ഥലത്ത് സപ്താഹത്തിന് പോയപ്പോൾ ഒരു പയ്യൻ, +2 പഠിക്കുന്ന പയ്യൻ. അപ്പോൾ അവൻ വളരെ നീറ്റായിട്ട് തലമുടിയൊക്കെ നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ നീറ്റാ, നമുക്ക് ചിലത് ഇഷ്ടപ്പെട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഹേയ് എല്ലാവരും ഇപ്പോൾ സ്പൈക്കിൻ്റെ ആണല്ലോ ടൈം. അന്ന് സ്പൈക്കാണ്, ഈ സംഭവം വന്നിട്ടില്ല, ക്യാപ്പ് വന്നിട്ടില്ല. സ്പൈക്കിൻ്റെ അല്ലേ, നീ എന്തെങ്ങനെ ചെയ്യാത്തതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, സ്വാമിജി ഞാൻ ചെയ്യുന്നതിൽ വിരോധമില്ല, പക്ഷേ എൻ്റെ അച്ഛനത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനവിടെ ഇല്ലല്ലോ. അച്ഛനവിടെ ഉണ്ടേലും ഇല്ലേലും അച്ഛനത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, താൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുന്നതാണ് ഭക്തി. മനസ്സിലാവണ്ട? അപ്പൊ നമ്മുടെ കണ്ണൻ എന്താ ഇഷ്ടം അതാദ്യം മനസ്സിലാക്കുക. കണ്ണൻ എന്താ ഇഷ്ടം? എന്നും കണ്ണനെ ഓർക്കുക, അല്ലേ? അങ്ങനെ 24 മണിക്കൂർ നമുക്ക് ഓർക്കാൻ പറ്റുമോ ഈശ്വരനെ? പറ്റുന്ന പറ്റില്ല എന്നാ? ഏതാ പറ്റുമോ? സ്വാമി എന്ത് വേണമെങ്കിലും എടുത്തോ. എന്നാലും നിങ്ങൾ തലയാട്ടെന്നാണെന്ന് എനിക്കൊരു സന്തോഷമുണ്ട്, ഉറങ്ങിയിട്ടില്ലല്ലോ. 24 മണിക്കൂറും പറ്റണം, അതാണ് നമ്മുടെ ടാർഗറ്റ്. അതിനാണ് നേരത്തെ പറഞ്ഞ ഉപാസന ഉണ്ടാവുമെന്ന് പറഞ്ഞത്. നമുക്ക് പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കുഞ്ഞുവാവയുണ്ടായാൽ പണി കൂടുകയോ കുറയോ? വീട്ടിൽ പണി കൂടുകയോ ചെയ്യുക. കുഞ്ഞുവാവന്മാരുടെ സ്വഭാവമുണ്ട്, പകൽ മുഴുവൻ ഉറങ്ങുകയും ചെയ്യും, രാത്രി മുഴുവൻ കളിക്കുകയും ചെയ്യും. അപ്പൊ ഈ അമ്മയെ സംബന്ധിച്ചോളം പകലുമില്ല ഉറക്കം, രാത്രിയില്ല ഉറക്കം. പക്ഷെ ആ കുഞ്ഞുവാവയെ അവിടെ കിടത്തിയിട്ട്, തൊട്ടിൽ കിടത്തിയിട്ട്, 2 മാസമായിട്ടുള്ള കുഞ്ഞുവാവയെ തൊട്ടിൽ കിടത്തിയിട്ട് അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും എല്ലാം പറയും, പൊന്നു അവിടെ കിടക്കിട്ടോ, അമ്മ ഇപ്പൊ കുളിച്ചിട്ട് വരാട്ടോ. കുളിച്ചു വന്നു കഴിഞ്ഞാൽ പറയും, പൊന്നു ഞാൻ വന്നു കിട്ടുവോ. ആ കുട്ടിക്ക് ഈ ഭാഷ മനസ്സിലായോ? അങ്ങനെ പറയാറില്ലേ? ഇല്ലെന്നുണ്ടെന്നാ. ഞാൻ വരുന്നത് വടക്കഞ്ചേരിന്ന്. അവിടെയുള്ള ആളുകളൊക്കെ പറയും, ഇവിടെ എന്താന്ന് എനിക്കറിയില്ല. അവിടെയുള്ള ആൾക്കൊക്കെ സ്നേഹമുള്ളവര് പറയാറുണ്ട്. ആ കുട്ടിക്ക് ഈ ഭാഷ മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാകുമോ? 2 മാസമായിട്ടുള്ള കുട്ടിക്ക് ഇല്ല. പിന്നെ എന്തുകൊണ്ട് പറഞ്ഞു? ആ കുട്ടിയോടുള്ള നമ്മുടെ ഇഷ്ടം. അതുപോലെ നമ്മുടെ കണ്ണനോട് പറഞ്ഞൂടെ? കണ്ണൻ ഞാൻ സത്രത്തിന് പോവാട്ടോ. അവിടെ അമ്മമാര് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ തലയ്ക്ക് വട്ടാണെന്ന് പറയുന്നു. പറയണ്ട, മനസ്സിൽ വിചാരിച്ചിട്ട് കൊന്നൂടെ? തിരിച്ചെത്തുമ്പോൾ കണ്ണൻ ഞാൻ എത്തിയിട്ടോ. ജീവിതത്തിൽ എപ്പോഴും ആ കണ്ണനെ മാത്രം മുൻനിർത്തി നിങ്ങളൊന്ന് ജീവിച്ചു നോക്കുക. ഞാൻ ഗ്യാരണ്ടി പറയാം, ഇപ്പൊ ചെയ്യുന്ന ഒരു 75-80% പണികളും പിന്നെ ചെയ്യില്ല. അതുറപ്പാ. അതാണ് ആരെ ഹൃദയഗ്രന്ഥിയിൽ തനിയെ പോവും.
അതിനെന്ത് വേണം? ആ ഭഗവാനെ ഓർത്തുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ആരാണ് ഈ ഭഗവാൻ? എന്താണ് അതിന്റെ ചോദിച്ചു. ആ 16 തത്വങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാൻ ആദ്യമുണ്ടായി. അതിനുശേഷം ബ്രഹ്മചര്യ ആശ്രമത്തിന്റെ, ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ ഒതുക്കാനുള്ള കഴിവ്. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഈ ഇന്ദ്രിയങ്ങളെ ഒതുക്കാനായിട്ടാണ് സത്യത്തില് വ്രതങ്ങൾ എടുക്കുന്നത്. ഇവിടെ എന്നെക്കുറിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞുവല്ലോ, ഞാൻ ദേശമംഗല ആശ്രമത്തിലുണ്ടായിരുന്നു എന്ന്. 92-ലാണ് ഞാൻ ഈ പറയുന്ന കാര്യം. 91, 92 സമയത്ത് അവിടെ അമ്മമാര്, അവരെവിടെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു, അവിടുത്തെ അമ്മമാര് വളരെ ഗംഭീരമായിട്ട് നാരായണീയം വായിക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അമ്മമാര്. അപ്പൊ അവിടെ ഏകാദശി ദിവസം അരി ഭക്ഷണം ഉണ്ടാവില്ല, ഗോതമ്പ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറുതാക്കി. പിറ്റേ ദിവസം അടുത്തുള്ള അമ്മൂട്ടിയമ്മയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ നല്ല സ്റ്റൈലായിട്ടുള്ള കുറേ എന്താണ് ദോശയോ ഇഡ്ഡലിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. അന്ന് എനിക്ക് പ്രദോഷമായിരിക്കും. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായി? രാവിലെ ആ പേപ്പർ തിൻ ദോശ കാണും. യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ വ്രതം എടുക്കുമ്പോൾ പറ്റി നാവിന് ആഗ്രഹമുണ്ടെങ്കിലും അതിനെ നിയന്ത്രിക്കണം. അതിനാണ് വ്രതങ്ങൾ ഉണ്ടാവണം. ഇന്ന് നമ്മൾ എങ്ങനെയാ ചോദിക്കും, സ്വാമിജി ഒരു ഡൗട്ട് ഉണ്ട്, ചോദിച്ചിട്ട് ഏകാദശി ദിവസം എന്തൊക്കെ കഴിക്കാം? ഇതൊക്കെ ഫാസ്റ്റിംഗ് ദിവസം കഴിക്കുന്ന ഫുഡിന്റെ പേരാണ് ഫാസ്റ്റ് ഫുഡ്. എന്തൊക്കെ കഴിക്കുക എന്നുള്ളതല്ല അവിടുത്തെ ഇഷ്യൂ. കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ആവശ്യം. ഇന്നെങ്ങനെ ഏകാദശി? നാളെ ഏകാദശിയാണ്, ഇന്ന് ഫുൾ ടാങ്ക് സ്വാഹ. നാളെ ഗോതമ്പ് ഒഴിച്ച് അരി ഒഴിച്ച് ബാക്കിയെല്ലാം ഫുൾ ടാങ്ക് സ്വാഹ. പിറ്റേ ദിവസം ക്ഷീണം കാരണം ഹോസ്പിറ്റലിലേക്കും സ്വാഹ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ വ്രതങ്ങൾ എടുത്ത് ശീലിക്കണം. വ്രതങ്ങൾ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണോ എടുക്കേണ്ടത് നമുക്കറിയാം. ഗോപികമാര് ആ വസ്ത്രം, കാത്യായനി വ്രതമെടുത്ത് വസ്ത്രം ഇല്ലാതെ ഇങ്ങനെ വരണം എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ വ്രതഭംഗം വരുത്തിയെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ വ്രതങ്ങൾ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ സ്വാഭാവികമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അത് ബ്രഹ്മചര്യ ആശ്രമത്തിൽ ഉണ്ടായേ തീരൂ. മനസ്സിലാവുണ്ടോ? ഇനി എന്തോന്നാ, കഴിഞ്ഞുപോയി സ്വാമി. ഓക്കെ, യു ട്രൈ യുവർ നെക്സ്റ്റ് ലൈഫ്. ബ്രഹ്മചര്യ ആശ്രമത്തിൽ അത് നിർബന്ധമായിട്ടുണ്ടാവണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് പഠിക്കേണ്ടത് ബ്രഹ്മചര്യ ആശ്രമത്തിലുണ്ടാവണം. അതിനാണ് സനകാദികളെ വിളിച്ചത്. പിന്നീട് ഈ രൂപം വരുന്നു, വരാഹം വരുന്നു, അങ്ങനെ ഓരോ അവതാരങ്ങളും വന്നു. ഈ അവതാരങ്ങളുടെ എല്ലാം ആകത്തുക, സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്, ആകത്തുക സത്വശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. മനസ്സിന് ശുദ്ധതയുണ്ടാവുക. എന്താ മനസ്സിന് ശുദ്ധത? മനസ്സിന്റെ ശുദ്ധത എന്ന് പറയുന്നത് ഒന്നായി കാണുന്നത്. ഇപ്പൊ ശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ചുമ്മാ പറയണേ, എനിക്ക് താടിയുണ്ടെന്ന് എടുക്കുക. താടിയുണ്ടെന്ന് എടുക്കുക. ഈ താടിയിലെ ഒരു രോമം ഞാൻ കഴിക്കുന്ന ചോറിൽ കണ്ടു കഴിഞ്ഞാൽ ആ രോമം ശുദ്ധമാണോ അശുദ്ധമാണോ? ഒന്ന് ഉറക്കെ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അശുദ്ധമാണ്. അപ്പൊ അവിടെ അശുദ്ധമായത് ആരാ? താടി. താടി വിടെ, നിങ്ങളുടെയൊക്കെ തലയിലുള്ള സാധനം അവിടെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഹായ്, താടി തന്നെ എടുക്കുക. ഓക്കെ, ഊണ് കഴിച്ചു, ഒരു അന്നം ഇവിടെ താടിയിലുണ്ടായെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് പറയും? ദേ അവിടെ വൃത്തികേട് മാറ്റിയെന്ന് പറയും. ഇനി പറ, ഏതാ ശുദ്ധം? ഒരു സ്ഥലത്ത് ഞങ്ങൾ പറഞ്ഞു രോമമാണ് അശുദ്ധി എന്ന്, മറുസ്ഥലത്ത് പറഞ്ഞു അന്നമാണ് അശുദ്ധി. അപ്പൊ എന്താ ശുദ്ധം? ശുദ്ധം എന്ന് വെച്ചാൽ അതൊഴിച്ച് വേറെ ഒന്നുമില്ലാത്തതിന്റെ പേരാണ് ശുദ്ധം. യു അണ്ടർസ്റ്റാൻഡ്? താടിയാണെങ്കിൽ താടി മാത്രം, സ്വർണമാണെങ്കിൽ സ്വർണം മാത്രം, ഐസ് ആണെങ്കിൽ ഐസ് മാത്രം, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ മാത്രം, അതൊഴിച്ച് വേറെ ഒന്നുമില്ലാത്തതിന്റെ പേരാണ് ശുദ്ധം. ഈശ്വരനൊഴിച്ച് ഇതിനകത്തൊന്നുമില്ലാത്തതിന്റെ പേരാണ് സത്വശുദ്ധി. ഈശ്വരൻ എന്തില്ല? ഇഷ്ടാനിഷ്ടങ്ങളില്ല. ഇതാണ് ഇതിന്റെ
ആകത്തുക എന്താണെന്ന് വെച്ചാൽ ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്ത ജീവിതമാണ് ശുദ്ധമായ ജീവിതം. അപ്പൊ ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കാം, അതൊക്കെ കഥകളിലൂടെ ഇനി പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അവതാരങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയണു. അപ്പൊ ആരാണ് ഇത് രചിച്ച് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അതൊന്ന് ഓടിച്ചു പറഞ്ഞ് ഞാൻ നിർത്താം. രചിച്ചത് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞത് വ്യാസഭഗവാനാണ് രചിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് അതിൻ്റെ സാഹചര്യം? ഒരു ദിവസം വ്യാസഭഗവാൻ ഇങ്ങനെ തൻ്റെ ആശ്രമത്തിലിരിക്കുന്ന സമയത്താണ് മനസ്സിനൊരു സുഖം പോരാ. അപ്പോഴാണ് നാരദ മഹർഷി അവിടെ വന്നു. നാരദ മഹർഷി അവിടെ വന്ന സമയത്ത് അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ഉപചാരങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ വ്യാസഭഗവാനോട് ചോദിച്ചു, നിന്റെ മുഖത്ത് എന്താ ഒരു മ്ലാനത? നീ വളരെ ഇതിഹാസങ്ങളും പുരാണങ്ങളെല്ലാം രചിച്ചയാളല്ലേ, വേദങ്ങളെ നാലായി പകുത്തിയാളല്ലേ, ചെയ്യേണ്ടതെല്ലാം ചെയ്തിയാളല്ലേ, ഇനി കൃതകൃത്യതയല്ലേ വേണ്ടത്? ഞാൻ വീണ്ടും പറയുന്നു, ജീവിതത്തിൽ ഉണ്ടാവേണ്ട സാധനം മനസ്തൃപ്തിയാണ്. കണ്ണാടി നോക്കിയാൽ നമുക്ക് തന്നെ അഭിമാനം തോന്നണം, ഇത്രയും സൗന്ദര്യമല്ല മറ്റൊന്നുമല്ല, ഇത്രയും തൃപ്തമായ ഒരു മുഖം ഞാൻ കണ്ടിട്ടില്ല എന്ന് അവനവൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റണം. നമ്മുടെ സ്ഥായി ഭാവം എന്താ? അമ്മൂമ്മ എങ്ങനെയുണ്ട്? വാ, ഈ മുട്ടില്ലേ? ഹിന്ദിയിലാണെങ്കിൽ നല്ല രസമാണ്. ये कमर है ना अम्मा, ये कमर नहीं, ये कमरा है, इतना बड़ा है. ഇങ്ങനെ പുരാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഏതിൻ്റെ? വേദനാ പുരാണങ്ങൾ. അതല്ല വേണ്ടത്, തൃപ്തി ഉണ്ടാവണം. ആ തൃപ്തി കാണാത്തതുകൊണ്ട് ചോദിച്ചു, എന്താണ് ഈ അതൃപ്തിയുടെ കാരണം? അപ്പോൾ പറഞ്ഞു, വ്യാസഭഗവാൻ പറഞ്ഞു, അറിയില്ല, എനിക്കും അറിയില്ല. എന്നിട്ട് വ്യാസഭഗവാൻ പറയുന്നൊരു വാക്കുണ്ട്, എന്താ? മേ ന്യൂനം അലം വിചക്ഷ, എൻ്റെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരൂ, എന്തുകൊണ്ടാണ് എനിക്ക് അതൃപ്തി വന്നത് എന്ന്. അപ്പൊ പറയുന്നുണ്ട്, നീ എല്ലാം രചിച്ചു വർണ്ണിച്ചു, പക്ഷേ സാധാരണക്കാർക്ക് ഉള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന ഭഗവാന്റെ ലീലകളെ നീ വർണ്ണിച്ചില്ല. കാരണം നമ്മളെല്ലാം അന്നഗത പ്രാണന്മാരാണ്. ഒരു നേരത്തെ പറഞ്ഞില്ലേ, ഈ വ്രതങ്ങൾ എടുക്കുമ്പോൾ അത് കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നത്, നമുക്ക് ഒരു നേരം പോലും ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഒരാളോട് ഒരു 10 മിനിറ്റ് ഉറങ്ങാതെ മിണ്ടാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ എടുക്കും. ഇതുമില്ലാതെ ഉറങ്ങാൻ പറ്റുമോ? സാധാരണഗതിയിൽ പണ്ടൊക്കെ ചൊല്ലുന്നൊരു ശ്ലോകം ഉണ്ടായിരുന്നു, എന്താ? കരാഗ്രേ വസുദേ ലക്ഷ്മി, കരമധ്യേ കരമൂലേത്, പ്രഭാതേ കരദർശനം. പണ്ട്. ഇപ്പം അത് മാറ്റി. ഇപ്പം എങ്ങനെ? കരാഗ്രേ വസുദേ, വാട്സപ്പ്, കരമധ്യേത് ഫേസ്ബുക്ക്, കരമൂലേത് നെറ്റ്വർക്ക്, പ്രഭാതേ മൊബൈല് ദർശനം. ശരിയല്ലേ? താങ്ക് യു. ജിയോ വന്ന ശേഷം എല്ലാവരും അതാ. അപ്പൊ എന്ത് പറ്റി? ഒരു 10 മിനിറ്റ് പോലും നമുക്ക് ഒന്നിൻ്റെയും സാന്നിധ്യമില്ലാതെ ശാന്തമായിട്ടിരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മള്. നമുക്ക് എപ്പോഴും എന്തെങ്കിലും വേണം. അതിന്റെ പേരാണ് അന്നഗത പ്രാണെന്ന്. ആ എന്തെങ്കിലും വേണം എന്നുള്ളതിന് പകരം അതാരാവട്ടെ, എൻ്റെ ഭഗവാനാവട്ടെ. അപ്പൊ ഈ വ്യാസഭഗവാൻ ഈ ഗ്ലാനി വന്നു. അപ്പോൾ ഭഗവാൻ അങ്ങനെ ആവണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ ലീലകൾ വേണം. നീ വേറെടുത്തും ലീലകളെ കുറിച്ച് വർണ്ണിച്ചില്ലല്ലോ. നീ തത്വോപദേശങ്ങൾ കൊടുത്തു, ഗീതയിലെ ആധ്യാത്മിക ഉപദേശങ്ങൾ യോഗവാശിഷ്ടത്തിലും മറ്റുള്ളതിലും കൊടുത്തു. രാമൻ തൃപ്തനായി, അർജുനൻ തൃപ്തനായി. പക്ഷെ സാമാന്യ ജനത്തിന് അവർക്ക് മനസ്സിലാവുന്നൊരു ഭാഷയുണ്ട്, സ്നേഹത്തിന്റെ ഭാഷ. ആ സ്നേഹത്തിന്റെ ഭാഷയിലൂടെ, സ്നേഹത്തിലൂടെ, വാത്സല്യത്തിലൂടെ എങ്ങനെ ഒരു മനുഷ്യന് സാധാരണതയിൽ നിന്ന് ഈശ്വരത്വത്തിലേക്ക് എത്തുമെന്ന് നീ പറഞ്ഞു കൊടുത്തുവോ? ഇല്ല. അത് ചെയ്യൂ. അതെങ്ങനെ ചെയ്യൂ? തോന്നിയ പോലെ ചെയ്യരുത്. സമാധിന അനുസ്മര. തോന്നിയ പോലെ എഴുതുന്നതല്ല എഴുത്ത്. പിന്നെ നീ അത് ആദ്യം സ്വമേധയാ അവനവന്റെ അന്തരാത്മാവിൽ അത് തിരിച്ചറിയൂ. ഭഗവാന്റെ ലീലകളെ കുറിച്ച് എൻ്റെ ഭഗവാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും പറഞ്ഞത് എന്ന്. അതിനെന്ത് വേണം? എൻ്റെ ഭഗവാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചതെന്ന് പറയണമെങ്കിൽ എൻ്റെ മനസ്സ് ഭഗവാന്റെ മനസ്സിനോട് ട്യൂൺ ചെയ്യണം. അപ്പൊ അങ്ങനെയെല്ലാം പറഞ്ഞ് അദ്ദേഹം രചിച്ചതാണ് ശ്രീമദ് ഭാഗവതം. എന്താണേലും അനുവദിച്ച സമയം ആയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇതുപോലുള്ള ഒരു വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. ഞാൻ ഇവിടെ ഇരുന്നതുകൊണ്ട് പറയല്ല, എപ്പോഴും എന്നെ സംബന്ധിച്ചോളം ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളിൽ പ്രമുഖർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാവരും, പ്രത്യേകിച്ചും പുരുഷോത്തമ സ്വാമിജി. ഒരുപക്ഷെ
2.5 വർഷത്തെ വേദാന്ത പഠനത്തെക്കാളേറെ ഞാൻ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക സ്വാമിയുടെ ജ്ഞാനാശ്രമത്തിൽ, വ്യാസതപോവനത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ജ്ഞാനാശ്രമത്തിലിരിക്കുമ്പോഴായിരിക്കും. ഇത് ഞാൻ ചുമ്മാ പറയണതല്ല, എവിടെ ഇരുന്നതുകൊണ്ട് പറയണതല്ല, എവിടെയും ഞാൻ പറയുന്നൊരു കാര്യമാണ്. കാരണം അത്തരം ഒരു മഹാത്മാവ്, അദ്ദേഹം പ്രായോഗികമായിരുന്നു. എന്ന് വെച്ചാൽ ബഹുമാൻ സ്വാമിജി മറ്റുള്ളവരും അങ്ങനെയല്ല എന്നല്ല. ബഹുമാൻ സ്വാമിജിയുടെ അടുത്തിടപഴകാനുള്ള സാഹചര്യം നമുക്ക് വല്ലപ്പോഴേ കിട്ടാറുള്ളൂ. തീർച്ചയായിട്ടും ബഹുമാൻ സ്വാമിജിയെ പോലുള്ളവരുടെ, പുരുഷോത്തമ സ്വാമിജിയെ പോലുള്ളവരും മാതാജിയെ പോലുള്ളവരും തന്നെയാണ് നമ്മുടെ ഗൈഡിങ് ഫാക്ടർ. അവരുടെ അനുഗ്രഹം നമുക്കെന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ എല്ലാവരുടെ മുമ്പിലും സമർപ്പിക്കുകയാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി.